പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ക്ഷമത്തോടെ സൗഖ്യത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ ശോഭ സിസ്റ്ററാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും അത് നമുക്ക് ഏവർക്കും വലിയൊരു അനുഗ്രഹത്തിനും പ്രചോദനത്തിനും കാരണമായി തീരട്ടെ. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ ശോഭ സിസ്റ്ററിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. കർത്താവിന്റെ ദാസിയെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ സിസ്റ്ററെ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? എന്റെ പേര് ശോഭ എന്നാണ്. ഞാൻ മാവേലിക്കര പുതിയകാവിൽ താമസിക്കുന്നു. എനിക്ക് 2 പെൺമക്കള്. എന്റെ ഭർത്താവിന്റെ പേര് അനന്തകൃഷ്ണൻ. ഞങ്ങൾ കുടുംബമായിട്ട് മാവേലിക്കര താമസിക്കുന്നു. സിസ്റ്ററിനെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, കർത്താവിനെ കണ്ടുമുട്ടാനിടയായി തരുന്ന സാഹചര്യങ്ങൾ, തുടർന്ന് സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളും. കർത്താവിന്റെ സ്തോത്രം. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അരോമ ടിവിയുടെ ഒരു പ്രേക്ഷകയാണ് ഞാൻ. അനേകരുടെ സാക്ഷ്യങ്ങൾ കേൾക്കും. അത് എനിക്ക് വലിയ ഇഷ്ടമാണ് സാക്ഷ്യം കേൾക്കുന്നത്. അന്ന് മുതൽ ഞാൻ എന്റെ മനസ്സിൽ വിചാരിക്കും, എനിക്കൊരു സാക്ഷി പറയാനൊരു അവസരം കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് വെച്ച്. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ദൈവം ഇന്ന് എനിക്കൊരു അവസരം തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന മരുമോന്റെ പപ്പ സാമുകുഞ്ഞ് പാസ്റ്റർ പറഞ്ഞു, മമ്മി ഞാൻ ഇതുപോലെ അരോമ ടിവിക്കകത്ത് എന്റെ സാക്ഷ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പം എനിക്കും ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്കൂടെ ഒരു അവസരം, എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇതിനകത്ത് ഒരു സാക്ഷി പറയാന്. അപ്പൊ പറഞ്ഞു, മമ്മിയുടെ നമ്പർ ഞാൻ കൊടുക്കാം, അപ്പൊ അവര് ഡേറ്റ് ഒക്കെ തരുമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതിന് എനിക്ക് ഈ ദിവസം തന്നെ ഡേറ്റ് തന്നു. എനിക്ക് ദൈവത്തിന്റെ സാക്ഷി പറയാൻ തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് പിന്നെ കോടാനുകോടി നന്ദി പറയുന്നു. സ്തോത്രം. അങ്ങനെ എന്റെ ദൈവം ചെയ്ത നന്മകളെ കുറിച്ച് അനേകർ പറയുവാൻ ഒരു അവസരം തന്നതിനായി അരോമ ടിവിക്കായി എന്റെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഡാനിയൽ ജോൺ പാസ്റ്റർക്കും ദാസിക്കും അവിടുത്തെ പ്രാർത്ഥനകളെല്ലാം ഓർത്ത് ഞാൻ അന്ന് ദിവസം മുതൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കൊരു അവസരം ഒരുക്കി തന്നതിനായി നന്ദി പറയുന്നു. വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. ദൈവം ചെയ്ത നന്മകളെ എന്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ ഞാൻ എന്റെ വിശ്വാസ ജീവിതത്തിൽ ഇത്രത്തോളം നിലനിർത്തി. എന്റെ ബാല്യകാലം എന്ന് പറഞ്ഞാല് എന്റെ മാതാപിതാക്കൾ മരിച്ചുപോയി. അച്ഛനും അമ്മയും മരിച്ചു. ഞങ്ങൾ 5 മക്കളാണ്. 5 മക്കളിലെ 2 ആണും 3 പെണ്ണുമാണ്. പക്ഷെ മൂത്ത ആങ്ങള മരിച്ചുപോയി, അച്ഛനും അമ്മയും മരിച്ചുപോയി. അതിനുശേഷം ഇപ്പൊ ഞങ്ങൾ 4 പേരുണ്ട്. എന്നെ മാവേലിക്കര അയച്ചു, അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. ബാല്യകാലം എന്ന് പറഞ്ഞാല് എന്റെ ചെറുപ്പം മുതലൊക്കെ ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. രാവിലെയും വൈകിട്ടും ഒക്കെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ പോകുമായിരുന്നു. അങ്ങനെ പോകുന്ന സമയങ്ങളിലൊക്കെ വലിയൊരു ഈശ്വര വിശ്വാസിയാണെന്ന് പറഞ്ഞല്ല, ഒരു ഭക്തി ഉണ്ട് എനിക്ക് ചെറുതിലെ മുതല്. പക്ഷെ എന്നാലും അങ്ങനെ അമ്പലങ്ങളിൽ പോവുകയും എടുക്കുകയും ചെയ്യും. ഞങ്ങളുടെ വീട്ടിൽ എന്ന് പറഞ്ഞാല് കുടുംബക്ഷേത്രങ്ങളുണ്ട്. ക്ഷേത്രമല്ല, ഒരു കുരിയാല. പണ്ട് മുതല് കാവും ഒക്കെ ഉള്ള വീട്ടില് ആണ്. അപ്പൊ അവിടെ ആ റൂമിന് അവിടെ ആ കാടിനകത്തൊരു കുരിയാലയുണ്ട്. ആ കുരിയാല വിളക്ക് കത്തിക്കുകയും എന്റെ അച്ഛന് ഫർണിച്ചറിന്റെ ജോലിയായിരുന്നു. അച്ഛന് അങ്ങനെ ഒരു ഈശ്വര വിശ്വാസിയും കൂടെ ആണ്. അങ്ങനെ അവിടെ അച്ഛനെ സഹായിക്കാനായിട്ട് ഞാൻ ചെന്ന് സഹായിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ വിശ്വാസത്തിലെ നല്ലൊരു വിശ്വാസമൊക്കെ എനിക്ക് ഉണ്ടെങ്കിലും കർത്താവിനെ അറിയാത്തൊരു വിശ്വാസിയായി ഞാൻ വളരേണ്ടി വന്നു ആ ചെറുപ്രായത്തില്. അങ്ങനെ അമ്പലങ്ങളിൽ പോവുകയും സീസൺ സമയങ്ങളാകുമ്പോ ഞങ്ങൾക്ക് വീട്ടില് ഒത്തിരി ചെടികളൊക്കെ ഉണ്ട്. പൂവൊക്കെ പറിച്ചു. സീസൺ സമയമാകുമ്പോൾ മുല്ലപ്പൂ, തെറ്റിപ്പൂ, റോസാപ്പൂ ഒക്കെ പിച്ചി കുമ്പിള് കുത്തി രാവിലെ ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ എന്റെ ബാല്യകാലം അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു. അച്ഛനെ സഹായിക്കാനും ഞാൻ ചെയ്യുവാനും ഒക്കെ. അങ്ങനെ ഈശ്വര വിശ്വാസിയായിട്ട് ജീവിച്ച സമയത്ത് എന്റെ അച്ഛന് ഫർണിച്ചറിന്റെ പണിയാണ്. അപ്പൊ അത് ഫർണിച്ചറിന്റെ പണി ചെയ്യുന്ന സമയത്ത്
കൂടെ ആൾക്കാരുണ്ട് കൂടെ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ അവരൊരാളെയും കൊണ്ട് ഒരിടത്ത് ഒരു ജോലിക്ക് പോകാനിടയാ തീർന്നു. അവിടെ ചെന്നപ്പോ അവര് ചോദിച്ചു, എത്ര മക്കളുണ്ട്? അച്ഛന്റെ പേര് ഗോപാലൻ എന്നാണ്. എത്ര മക്കളുണ്ട്? അപ്പം എനിക്ക് 5 മക്കളുണ്ട്, ഞങ്ങൾ 5 പേരാണ്. അപ്പൊ നാലാമത്തെ ആള് 5ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു എന്റെ 4ാമത്തെ മോള് 5ാം സ്റ്റാൻഡേർഡാണ് പഠിക്കുന്നേ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അപ്പൊ ഹരിജൻ വെൽഫെയർ ഹോസ്റ്റലുണ്ട്, അവിടെ വിട്ട് പഠിപ്പിക്കുവാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ എന്നെ ഒരു ഹോസ്റ്റലിൽ കൊണ്ട് നിർത്തുവാൻ ഇടയായി തീർന്നു. അത് ഹോസ്റ്റൽ പന്തളം ാണ്. ആ ഹോസ്റ്റലിൽ ഞാൻ നിന്ന് പഠിക്കുവാൻ ഇടയായി തീർന്നു. 3 വർഷക്കാലം 5, 6, 7 വർഷങ്ങളിൽ ഞാൻ അവിടെ നിന്ന് പഠിക്കുവാൻ ദൈവം സഹായിച്ചു. അന്ന് അവിടെ നിന്ന് നല്ല ചിട്ടയോടെ നല്ല രീതിയിലൊക്കെ അവിടെ നിന്ന് പഠിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. അതിന് അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയങ്ങളില് അമ്പലത്തിന്റെ അടുത്താണ് ഞങ്ങളുടെ ഹോസ്റ്റല്. അപ്പം അവിടുത്തെ വാർഡിന് മിക്കവാറും പിന്നെ അമ്പലങ്ങളിൽ പോകുമ്പം കൂട്ടിന് എന്നെ കൂടെ കൊണ്ടുപോകാമായിരുന്നു. അപ്പൊ എനിക്ക് വലിയ ഇഷ്ടമായി, അമ്പലത്തിൽ പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അമ്പലങ്ങളിൽ പോവുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന ആ സമയങ്ങളില് അങ്ങനെ പോകുന്ന സമയത്ത് എല്ലാരും കൂടിയാണ് പോകുന്നത്. അങ്ങനെ കുറെ പേര് കുറച്ച് കഴിഞ്ഞപ്പോ കുറെ പേര് പോകാതെയായപ്പം ഈ വാർഡൻ എന്നെ മാത്രമേ കൂടെ കൊണ്ടുപോകാനും ആ സമയങ്ങളിൽ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങള് കുറെ നാള് അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞ ശേഷം അന്ന് കുറെ കുട്ടികൾ 2 റൂമിലാണ് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. 40-45 കുട്ടികളുണ്ട്. അത് 2 സഹോദരിമാര് വിശ്വാസികളാണ്. അവര് വേറെ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, ഞങ്ങൾ വേറെ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ ഞങ്ങള് അയ്യപ്പന്റെ പാട്ട് പാടി പ്രാർത്ഥിച്ച് ഞങ്ങള് ആ റൂമിലുള്ളവര് എല്ലാം കൂടി പോയി പഠിക്കാനൊക്കെ പോകും. ഈ സഹോദരിമാര് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള 2 സഹോദരിമാരുണ്ട്. അവര് മറ്റേ റൂമിലാണ് ഇത് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ഞങ്ങളുടെ റൂമിലോട്ട് കയറി വന്നപ്പോ ഈ സഹോദരിമാർ 2 പേരും ഇന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടു. അപ്പം അവർ പ്രാർത്ഥന തീരാറായി. കേൾക്കണേ പ്രാർത്ഥന നൽകണേ യാചന, ഈ പാട്ട് ഇവര് പാടാൻ തുടങ്ങി. പിറ്റേ ദിവസം ഞങ്ങളുടെ പ്രാർത്ഥന നേരത്തെ തീർന്നുവെച്ച് ഞാൻ ഇവരുടെ പാട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി ആ റൂമിൽ നേരത്തെ വന്നിരുന്നപ്പോൾ അങ്ങനെ ഈ പാട്ട് മുഴുവനായിട്ട് കേൾക്കാൻ എനിക്ക് സാധിച്ചു. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോരേ, ഈ പാട്ടാണ് അവര് പാടിയത്. അപ്പൊ എന്റെ മനസ്സിലൊഴിച്ചു, ഈ പാട്ട് നല്ലൊരു പാട്ടാണല്ലോ എന്ന് കേട്ട് ഞാൻ പിറ്റേ ദിവസം അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ഇവരുടെ പാട്ട് കേൾക്കാൻ വന്നിരിക്കും. അങ്ങനെ കുറെ നാൾ അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ 6-7 വർഷം അവിടെ കഴിഞ്ഞ ശേഷം 8ാം സ്റ്റാൻഡേർഡിലായപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പൊ പിന്നെ വീണ്ടും എന്റെ വീട് നങ്ങ്യാറുകുളങ്ങരയാണ്. പിന്നെ വീണ്ടും നങ്ങ്യാറുകുളങ്ങര വന്നു. പിന്നെ എന്നെ 8ാം ക്ലാസ് നങ്ങ്യാറുകുളങ്ങര പഠിക്കുവാനിടയായി തീർന്നു. പിന്നെ അങ്ങനെ 8ആയി, 9ആയി, 10ലായപ്പോൾ 10ാം ക്ലാസ്സിലായി. അതിനുശേഷം 10ലായപ്പോൾ എന്റെ ചേച്ചിയുടെ വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞ അടുത്ത വർഷം തന്നെ പിന്നെ അച്ഛന് സുഖമില്ലാത്ത ഹോസ്പിറ്റലായി. 10ാം ക്ലാസ് പരീക്ഷ സമയത്ത് എനിക്ക് പഠിക്കാനോ വേണ്ട രീതിയിലൊന്നും മുന്നോട്ട് പോകാനോ കഴിയാതായി. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റു. 10ാം ക്ലാസ് തോറ്റ ശേഷം പിന്നെ എനിക്ക് പഠിക്കണം നല്ല ആഗ്രഹമായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. വീണ്ടും എന്നെ അന്ന് 10ാം ക്ലാസ് തോറ്റു കഴിഞ്ഞാൽ സെഷനിൽ പഠിപ്പിക്കാൻ വിടും. സെഷന് പഠിപ്പിക്കാൻ വിട്ടു. അങ്ങനെ 2-3 മാസം ഞാൻ സെഷന് പഠിക്കാൻ പോയപ്പോ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോ അച്ഛന് സുഖമില്ലാതായി. അങ്ങനെ ആയപ്പോഴത്തേക്കിന് ഞാൻ പഠിക്കാൻ പോയില്ല, എന്റെ പഠിത്തം നിർത്തി. അങ്ങനെ നിന്ന സമയത്ത് എനിക്ക് ഒത്തിരി വിവാഹ ആലോചനകൾ വരാൻ തുടങ്ങി. എല്ലാം ഞങ്ങളുടെ ബന്ധക്കാർ തന്നെയാണ് എന്നെ വിവാഹം ആലോചിച്ചത്, പക്ഷെ അതൊന്നും നടന്നില്ല. അതിനുശേഷം എന്റെ ഇപ്പൊ അന്തേഷണ എന്ന് പറഞ്ഞ ഭർത്താവിന്റെ അമ്മ എന്റെ അച്ഛന്റെ പെങ്ങളാണ്. പെങ്ങള് പറഞ്ഞു, നിന്റെ ഒരു മോളെ എന്റെ മോന് കെട്ടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് പറഞ്ഞെങ്കിലും അവര് മരിച്ചുപോയി. അതിനുശേഷം പിന്നെ അതിന്റെ ആലോചനയൊന്നും നടക്കാതായിരുന്നപ്പോ എന്റെ ചേച്ചി അമ്മയൊക്കെ ഇവിടെ വന്നു ഇങ്ങനെ പറഞ്ഞു, അവന് എന്നെ കെട്ടിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ 2 കൂട്ടർക്കും താല്പര്യമില്ലാതാണ് എന്റെ കല്യാണം നടന്നത്. 1991 എന്റെ വിവാഹം നടന്നു. ആ 91 വർഷം എന്റെ ജീവിതം അനുഗ്രഹമാക്കി. ആ ഒരു വർഷം ഞങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടൊക്കെ ജീവിക്കാൻ ദൈവം കൃപ ചെയ്തു. അങ്ങനെ എന്റെ വിവാഹം കഴിഞ്ഞ ശേഷം 1 വർഷം കഴിഞ്ഞ ശേഷം ഭർത്താവിന് ഈ സ്കൂളിലെ ബാഡ്ജ്, ടൈ ഒക്കെ വേറെ ഒരു പുള്ളിയുടെ കൂടെ നിന്ന് കൊണ്ടു കൊടുക്കും, സപ്ലൈ ചെയ്യുന്ന ജോലിയായിരുന്നു. അപ്പൊ രാവിലെ പുള്ളിക്കാരൻ പോകും, വൈകിട്ടേ വരത്തുള്ളൂ.
അപ്പൊ ഒരു വർഷം ഞങ്ങളുടെ ജീവിതം നല്ല നല്ല രീതിയിൽ പോയി കഴിഞ്ഞ ശേഷം 92 ആയപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് ഒരു കുഞ്ഞില്ല എന്നുള്ള ഒരു ഭാരം എന്റെ മനസ്സിൽ തോന്നി. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം എന്നെ കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങള് മണർകാട്ട് പള്ളി പോവായിരുന്നു. ഇവിടുത്തെ അമ്മ അങ്ങനെ മണർകാട്ട് പള്ളി പോകും. അപ്പൊ എന്നോട് പറഞ്ഞടി അമ്മ പള്ളി പോകും, എല്ലാ വർഷവും പോകും, നമുക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ട് മണർകാട്ട് പള്ളിയിൽ പോയി. പരിമല പരിമല പള്ളി കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ അങ്ങനെ വിശ്വാസ തലങ്ങളെല്ലാം പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങള് കുറെ നാള് അങ്ങനെ കഴിഞ്ഞ കൂട്ടത്തിൽ ആ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളില്ലല്ലോ എന്നുള്ളൊരു മനസ്സിന്റെ ഭാരം വന്നു. അങ്ങനെ സന്ധ്യ ആകുമ്പം പുള്ളിക്കാരൻ വെളുപ്പിനെ 4 മണിക്ക് പോയാല് 7 മണിയാകുമ്പോൾ തിരിച്ചു വരുമ്പം അപ്പൊ സന്ധ്യ കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടൽ, എന്റെ ജീവിതത്തിൽ ഒരു ഒറ്റപ്പെടൽ തോന്നിയപ്പോ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എന്ന് എന്റെ മനസ്സിൽ അങ്ങ് വിചാരിച്ചു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊന്നും എനിക്കറിയത്തില്ല, പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ വീട്ടില് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ഒരു ഒറ്റപ്പെടൽ ഒരു അവസ്ഥ വന്നപ്പോഴത്തേന് ആ ദിവസങ്ങളെല്ലാം ഞാൻ എന്റെ വീട്ടിൽ ആഴ്ച 2-3 പ്രാവശ്യമൊക്കെ വീട്ടിൽ പോകും. അപ്പൊ അവിടെ TV ഉണ്ട്, റേഡിയോ ഉണ്ട്, ആൾക്കാരുണ്ട്, സംസാരിക്കാൻ എല്ലാം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടെ സന്തോഷമായിട്ട് ഞാൻ അവിടെ പോവുകയും എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ എന്റെ മൂത്ത സഹോദരന് ജമ്മു കാശ്മീർ ജോലി ഉണ്ടായിരുന്നു. അപ്പൊ ആ ജോലിയുള്ള സമയത്ത് അവിടെ റേഡിയോ മേടിച്ചോണ്ട് വന്നു. അങ്ങനെ 3 റേഡിയോ ഉണ്ടായി വീട്ടില്. അതിൽ ഒരു റേഡിയോ എടുത്തോണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ പകല് പാട്ടുമൊക്കെ കേട്ടു ഇരിക്കും. വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഒറ്റപ്പെടാകുമ്പോ ഈ പാട്ട് മാത്രം കേട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ എന്റെ സമയം അങ്ങനെ പോയി. അങ്ങനെ കഴിഞ്ഞപ്പം അങ്ങനെ ഈ കുഞ്ഞില്ലാത്ത ഒരു വിഷമം എന്റെ മനസ്സിൽ ഒത്തിരി ഭാരമായി തീർന്നു. അങ്ങനെ പറഞ്ഞ ഒരു ദിവസം നമുക്ക് ഡോക്ടറെ കാണാൻ പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ കാണാൻ പോയി. ആ ഒരു ആഴ്ച പോയി, മരുന്നൊക്കെ തന്നു, കഴിച്ചു. കഴിച്ച ശേഷം പിന്നെ ഞാനിങ്ങനെ ഒരു 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 വെളുപ്പിനെ പുള്ളിക്കാരൻ 4 മണി ആകുമ്പോഴത്തേന് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ്റെ അവിടെ ഈ ബാഡ്ജറ്റ് അയ്യ കൊടുക്കാൻ രാവിലെ പോകുന്ന ഞങ്ങൾ പോയി. അപ്പൊ എനിക്ക് അന്ന് രാവിലെ ചോദിച്ചു, ചുമ്മാ എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ ഇങ്ങനെ കിടന്നപ്പോഴത്തേക്കിന് ഈ റേഡിയോ ഓൺ ചെയ്തു. ഓൺ ചെയ്തപ്പോൾ അന്നേരം ഇങ്ങനെ ദേശം മാറ്റി ഇങ്ങനെ നോക്കിയപ്പോ ആത്മീയ യാത്ര, നിങ്ങളുടെ വിഷയങ്ങൾ എഴുതി തരിക, ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ ഒരു സൗണ്ട്, താഴ്മയുടെ ഒരു സ്വരം കേട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ ഇങ്ങനെ. ആ ചാനൽ എന്നും ഞാൻ ഇതുപോലെ പതിവോടെ വെക്കുകയും അങ്ങനെ ആ പുള്ളിക്കാരന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അന്ന് എനിക്ക് എന്റെ ബുദ്ധി തോന്നിയെന്നാ ഈ പുള്ളിക്കാരൻ എഴുത്തെഴുതി അയച്ചാല് ഈ വിഷയത്തിൽ ഒരു മറുപടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ആത്മീയ യാത്രക്ക് ഞാൻ ലെറ്റർ എഴുതാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ നിങ്ങൾ ഏത് വിഷയങ്ങൾ എഴുതി അയക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ദൈവം എല്ലാത്തിനും മറുപടി തരും, ഈശോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞപ്പോ അന്ന് തന്നെ ഞാൻ പകല് ഒരു ലെന്റ് മേടിച്ചു. എന്റെ വിഷയങ്ങളെല്ലാം എഴുതി നമ്മൾ അയച്ചു കൊടുത്തു. അങ്ങനെ മഞ്ഞാടി പിയോ തിരുവല്ല അന്ന് ഒരു അഡ്രസ്സ് ഞാനിപ്പോഴും ഓർക്കുന്നു. ആ അഡ്രസ്സിൽ എഴുത്തയച്ചു. എനിക്ക് ആത്മീയയാത്രയുടെ മാസിക വരാൻ തുടങ്ങി. എന്നോട് പ്രാർത്ഥന വിഷയങ്ങൾക്കെല്ലാം മറുപടി തരുമെന്നും അങ്ങനെ ഒത്തിരി ഒത്തിരി നമ്മളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞവർ തിരിച്ച് മറുപടി തരികയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ദിവസം പറഞ്ഞു, മഞ്ഞാടി വാ, ഞങ്ങളുടെ ഇവിടെ വാ, പ്രാർത്ഥനയുണ്ട്, അവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി തരുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് മണ്ണർകാട്ട് പള്ളി പോകുമ്പോൾ അവിടുന്ന് ഒരു കൊച്ചു പുസ്തകം, എനിക്ക് ഒരു പ്രാർത്ഥന പുസ്തകം കിട്ടി. ഞാൻ വൈകുന്നേരത്ത് ഈ ആത്മീയയാത്ര കേൾക്കാൻ തുടങ്ങിയ ശേഷം ഞാൻ ആ കൊച്ചു പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് മനസ്സിനൊരു സന്തോഷം ആയി തീർന്നു. അങ്ങനെ ആ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നന്റായി. അങ്ങനെ എനിക്ക് കുഞ്ഞിനെ ദൈവം തന്നു. അങ്ങനെ ഞങ്ങളുടെ ആ പ്രസവത്തിനായി എൻ്റെ വീട്ടിൽ പോയി. അവിടെ വീട്ടിൽ നിന്ന് എല്ലാം പ്രസവം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു, ഞങ്ങളുടെ മാവേലിക്കരയ്ക്ക് വന്നു. അങ്ങനെ സുഖമായിട്ട് കഴിയുന്ന ഒരു ദിവസം ഈ കുഞ്ഞിനാണെങ്കിൽ എപ്പോഴും പനി വരും, പനിയും ശ്വാസം മുട്ടലൊക്കെ വരും. അപ്പൊ ഞാൻ വിചാരിച്ചത് അങ്ങനെ ഒരു ഡോക്ടറെ ഇങ്ങനെ കാണിക്കാൻ സ്ഥിരമായിട്ട് ഒരു ഡോക്ടറെ കാണിക്കാൻ ഇടയായി തീർന്നു. അപ്പൊ ഈ കുഞ്ഞിന് എപ്പോഴും പനിയും ആശുപത്രി എപ്പോഴും അഡ്മിറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അപ്പൊ ഞാൻ അന്ന് ഈ കുഞ്ഞിന് ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ഒരു കുഞ്ഞിനെ തന്നുവെങ്കിൽ ഞാൻ മണകാട്ട് പള്ളിയിൽ ചെന്ന് മുത്തുക്കുട എടുപ്പിച്ചേക്കാം, പിടിപ്പണം വാരിക്കാം. അപ്പൊ അങ്ങനെ 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 ഒരു നേർച്ചകൾ പറയാൻ തുടങ്ങി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാലും അവൾ ജനിച്ച കഴിഞ്ഞ ശേഷം ഞങ്ങൾ അതെല്ലാം ചെയ്യുകയും ചെയ്തു. പിടിപ്പണം വാരി മുത്തുക്കുട പിടിപ്പിച്ചു, എല്ലാം ചെയ്തിട്ടും ഈ രോഗത്തിനൊന്നും ഒരു സൗഖ്യം ദൈവം തന്നില്ല.
എപ്പോഴും ആശുപത്രിയിൽ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പുള്ളിക്കാരൻ മദ്യപിക്കാൻ തുടങ്ങി. ആകെ പ്രശ്നങ്ങളായി. എനിക്ക് ആ ഒരു സമാധാനമില്ലാത്ത രീതി ജീവിതം എന്റെ ജീവിതത്തിൽ വന്നു. അങ്ങനെ ഒത്തിരി ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആ കുഞ്ഞിനോട് വയ്യാഴിയോടുകൂടി ഞങ്ങൾ ഒത്തിരി കഷ്ടങ്ങൾ അനുഭവിച്ചു. അങ്ങനെ ഇരിക്കുന്ന ശേഷം ഒരു ഉച്ച കഴിഞ്ഞ ശേഷം കുഞ്ഞിനൊരു ചൂട് കയറിക്കൊണ്ട് പോട്ട് പോലെ വന്നു. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർക്ക് ഒരു സംശയമുണ്ട്, ഇവർക്ക് ഹാർട്ടിന് എന്തോ പ്രശ്നമുണ്ട്, നിങ്ങൾ കോട്ടയം ESA കൊണ്ടുപോയി ഇവിടെ നോക്കിയിട്ട് വരണമെന്ന് പറഞ്ഞു. ചെക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പിള്ളേം കൊണ്ട് ചെക്കപ്പ് ചെയ്ത് അന്ന് പിറ്റേ ദിവസം ഞങ്ങൾ കോട്ടയത്ത് പോയി. ചെക്കപ്പ് ചെയ്തപ്പം ഒരു ഹാർട്ടിന് ഹോളുണ്ട്, അത് വളർച്ചയിൽ അത് മാറണം, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം വേണ്ടി വന്ന് പറഞ്ഞു. ആകെപ്പാട് ഞങ്ങൾ ഭയങ്കര പ്രയാസമായി പോയി. പ്രാർത്ഥിച്ച് തന്ന് കിട്ടിയ കുഞ്ഞാണല്ലോ, നമുക്ക് രോഗങ്ങള്. അപ്പൊ എന്റെ മനസ്സിൽ ഒത്തിരി വിഷമം തോന്നി. അങ്ങനെ വിഷമം തോന്നുന്ന സമയത്തെല്ലാം പിന്നെയും ഞാൻ ഈ മാതാവിന്റെ കൊച്ചു പുസ്തകം എടുത്ത് പ്രാർത്ഥിക്കും. കന്യമറിയമേ, ഞങ്ങളുടെ രോഗങ്ങൾക്കെല്ലാം സൗഖ്യം തരണേ, കുഞ്ഞിനെ രക്ഷിക്കണേ എന്നൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരുന്ന കൂട്ടത്തില് സ്തോത്രം, ഈ കുഞ്ഞിനെ കൊണ്ട് വയ്യാതെ ഒരു ദിവസം ഇങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്ന് 2 ദിവസം എന്റെ അച്ഛനാണെങ്കിൽ ഈ ഫർണിച്ചറിന്റെ പണിയാണെങ്കിലും മദ്യപിക്കുമായിരുന്നു. നല്ല മദ്യപാനിയായിരുന്നു. ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് നല്ലോണം വീട്ടിൽ വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയി. വീട്ടിൽ ഒരു സമാധാനം ഇല്ല. ഞാൻ വീട്ടിൽ ചെന്നിട്ട് അവിടെ തിരിച്ച് ഞാൻ മാവേലിക്കരയ്ക്ക് വരുമ്പോൾ ഇവിടെ കുഞ്ഞിന് വയ്യാഴിയ പുള്ളിക്കാരൻ വെള്ളം അടിക്കും. അങ്ങനെയൊക്കെ മനസ്സിലാകെപ്പാട് ഒരു വല്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കൊണ്ട് ഞാൻ ആ മാതാവിന്റെ പുസ്തകം എടുത്ത് വായിച്ച് പ്രാർത്ഥിച്ചിട്ട് കിടക്കും. അന്നേരം ഒരു സമാധാനം കിട്ടിയ പോലെ തോന്നിക്കും. അങ്ങനെ മനസ്സിന്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും കൂടി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ എന്ന് വിചാരിച്ച് ഞാൻ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞങ്ങളുടെ അവിടുന്ന് ഇപ്പൊ മാലിക്കയിൽ താമസിക്കുന്ന കുറച്ച് ഭാഗത്തോട്ട് ഉള്ളിലോട്ട് ഇറങ്ങി. റെയിൽവേ ഉണ്ട്. അപ്പൊ അന്ന് രാത്രി ഞാൻ വിചാരിച്ചു 8 മണിയൊക്കെ ആകും പോയാല് ഏതെങ്കിലും ട്രെയിനിലേക്ക് മരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളിക്കാരൻ ജോലി കഴിഞ്ഞ് വന്നു. അപ്പൊ ഞങ്ങളുടെ താഴെ വിട്ട് കുറെ പേരിട്ട് സംസാരിച്ചൊക്കെ ഉണ്ട്. 10 മണി 11 മണിയാകും വരുമ്പോ. അപ്പൊ ഞാൻ നോക്കിയിട്ട് പുള്ളിക്കാരൻ ഭയങ്കര വർത്താനം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ വെച്ച് ഈ സമയത്ത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് ഞാൻ ഈ കുഞ്ഞിനെ ഇങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ എന്റെ പാസ്റ്ററെ അവിടെ മുഖത്ത് ഭയങ്കര ഒരു വെട്ടം എന്ന് വെച്ചാല് എന്റെ കണ്ണ് മഞ്ചുന്ന ഒരു സൗന്ദര്യം എന്റെ കുഞ്ഞിന്റെ മുഖത്ത്. ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാൻ ഇത്രയും സൗന്ദര്യമുള്ള ഒരു കുഞ്ഞിനെയാണോ കൊണ്ട് കൊല്ലാൻ പോകുന്നു പറഞ്ഞു ഒരുപാടിരുന്ന് കരഞ്ഞ് എനിക്ക് ഒത്തിരി സങ്കടം വന്നു. കുഞ്ഞിനെ കൊണ്ട് കരഞ്ഞ് ഞാനും അവളോടെ കിടന്ന് ഉറങ്ങി. അങ്ങനെ ആ രാത്രിയിൽ ഞാനൊരു ദർശനം കാണുവാണ്. ഈ കുഞ്ഞിനൊരു നല്ലൊരു വെള്ള പെറ്റിക്കോട്ട് കണ്ണ് മഞ്ചുന്ന നമ്മുടെ തൂവെള്ള ഒരു പെറ്റിക്കോട്ട്. അത് ഞാൻ നോക്കിയിട്ട് എന്റെ കണ്ണ് മഞ്ചു. അതുപോലെ 2 സൈഡിലും 2 ചിറക് വെച്ച 2 മാലാഖമാര് ഉണ്ട്. അവര് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ പൊങ്ങി പറന്ന് അങ്ങ് മണ്ടയ്ക്ക് ചെല്ലുന്നതായിട്ട് ഞാനിങ്ങനെ ഒരു സ്വപ്നം കാണുവാണ്. എന്നിട്ട് ഞാൻ മണ്ടയ്ക്ക് അയ്യോ മതി ഞങ്ങളെ നിർത്തോ എന്ന് പറഞ്ഞ് ഞാൻ കണ്ണ് തുറന്നു നോക്കിയപ്പോ ഞങ്ങൾ വീട്ടിൽ കിടക്കുന്നു. സ്തോത്രം. ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇത് എന്താ കണ്ടതെന്ന് ഞാൻ ഒത്തിരി ആരോട് അത് പറയണ്ട അറിയത്തില്ലല്ലോ. അങ്ങനെ ആ സ്വപ്നമൊക്കെ കണ്ട് കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെ ഈ മാതാവിന്റെ പുസ്തകമൊക്കെ എടുത്ത് വായിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുഞ്ഞിനെ കൂടെ ആശുപത്രിയിൽ പോകണം, അവിടെ ചെക്കപ്പ് ചെയ്യണം. അങ്ങനെ കോട്ടയം മെഡിക്കൽ ESA ആണ് പോകേണ്ടത്. അവിടെ നിന്ന് പോയി ഞങ്ങൾ വരുമ്പം ഒത്തിരി പ്രയാസവും കഷ്ടപ്പെടാന്ന്. അധികം 6 മാസം ജോലി ഉണ്ട്, 6 മാസം ജോലിയില്ല. അങ്ങനെ ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾ അനുഭവിച്ചു. അതിനുശേഷം ഇങ്ങനെ ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരന് വീട്ടിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഞങ്ങൾ അടുത്തൊരു വീട് പണി നടക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, വീട് പണി നടക്കുന്നത് കൊണ്ട് അവിടെ ചെന്ന് അവര് ഈ ഇഷ്ടികയൊക്കെ ഇറക്കണം. ലോറി വരുമ്പോ സിമെന്റും ഒക്കെ ഇറക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, വേണ്ട, അവര് വിളിക്കുന്ന അവിടെ ജോലിയുണ്ട്, ചെന്ന് ജോലിക്ക് അവിടെ പോയിട്ട് വാച്ചെന്ന് ഇറക്കിയ നമ്മുടെ ചന്തയപ്പൊക്കെ ഇന്ന് നടക്കുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ, പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. പുള്ളിക്കാരനെ പറഞ്ഞു വിട്ടു. ആ പുള്ളിക്കാരൻ അവിടെ ചെന്ന് സിമെന്റ് എടുത്ത് വെച്ചതാ. നട്ടലിന് കിണുക്കുന്നൊരു സൗണ്ട് കേട്ട് പുള്ളിക്കാരൻ നടക്കാൻ വയ്യാതെ തിരിച്ച് ഒരുമാതിരി വല്ലാതെ തിരികെ വരുന്നോണ്ട് കണ്ടു. അങ്ങനെ ഞങ്ങൾ ഓട്ടോ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കിന് നട്ടലിന് അകലിച്ച വന്നു. ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അവിടെ നിന്ന് അങ്ങനെ 1.5 ആഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി.
വെയിറ്റ് ഇട്ടുകൊണ്ട് കിടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ഇട്ടുകൊണ്ട് അവിടെ കിടന്നു. ഒരാഴ്ച കഴിഞ്ഞു, 1.5 ആഴ്ച കഴിഞ്ഞിട്ടും വേദനയ്ക്കൊന്നും കുറവില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ കിടക്കണ്ട, വീട്ടിൽ പോയി റെസ്റ്റ് കിടന്നാൽ മതി, ഗുളിക മരുന്നും എല്ലാം കുറിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗുളിക മരുന്നും എല്ലാം കുറിച്ച് തന്നു. ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് 3 മാസം വെയിറ്റ് ഈ കാലെ വെയിറ്റ് ഇട്ടുകൊണ്ട് കട്ടിലേ ഇങ്ങനെ കിടക്കുമായിരുന്നു. കിടന്നിട്ട് പുള്ളിക്കാരന് അസുഖത്തിന് കുറവില്ല. കുഞ്ഞിനാണെങ്കിൽ പനി, ചുമയും, എപ്പോഴും അസുഖവും. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ വയ്യാത്ത ഒരു വിഷമസ്ഥിതി. വീട്ടിൽ നിന്ന് അങ്ങനെ എപ്പോഴും എപ്പോഴും വരാനോ ആളുണ്ടെങ്കിലും അവരാരും എപ്പോഴും വന്ന് വന്ന് വരും എന്നാ വരുത്തില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. എല്ലാവരും ജോലിക്കും ഒക്കെ പോകുന്നത് കൊണ്ട് ഞാൻ ഇത്രയും വിഷമിച്ച് എന്തു ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ ഇരിക്കുക. അങ്ങനെ മൂന്ന് മാസത്തോളം ഞങ്ങളുടെ ഭവനത്തിനുള്ളിൽ ആയിരുന്നു പുള്ളിക്കാരൻ ഇങ്ങനെ വെയിറ്റ് ഇട്ടുകൊണ്ട് കിടന്ന് ശരീരമെല്ലാം നീര് കൊണ്ട് ഈ വെയിറ്റ് ഇട്ടുകൊണ്ട് കിടന്ന കൂട്ടത്തില് ഈ ഞരമ്പെല്ലാം ഇടറി വലിഞ്ഞു, അങ്ങനെ നീര് കൊണ്ട് വല്ലാത്തൊരു രൂപത്തിലായി. അവിടുന്ന് വ്യത്യസ്തം പറഞ്ഞ് അങ്ങനെ ഓട്ടയിൽ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് പറഞ്ഞ് യോ ഇത് ഈ നട്ടലിന്റെ ഇടയ്ക്ക് ദശ കിളിച്ച് കയറിയത് കൊണ്ട് അത് കട്ട് ചെയ്ത് കളയണം, കളഞ്ഞ പുള്ളിക്കാരന് സുഖം. ആ ആഴ്ചയിലോ 2 ദിവസം മുമ്പേ ഉള്ള ഡേറ്റും തന്നിട്ട് വീട്ടിൽ വന്ന് ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ട് പോകാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. അങ്ങനെ പിറ്റേ ദിവസം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കൊന്ന് കുളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്നാ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കുളിപ്പിക്കാനെ കൊണ്ട് കുളിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ മൂത്താങ്ങള, ഞാൻ പറഞ്ഞല്ലോ മൂത്താങ്ങളയ്ക്ക് ജമ്മു കാശ്മീർ ജോലിയായിരുന്നു. ആ ജോലി എങ്ങനെയോ നഷ്ടപ്പെട്ട് ഭവനത്തിൽ വന്നു. അതിനുശേഷം പുള്ളിക്കാരനെ പുകയില്ലാത്ത അടുപ്പും LICയുടെ ഏജന്റുമായിട്ട് ഇങ്ങനെ ഒരു കട എടുത്തിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പുള്ളിക്കാരൻ അന്ന് തോന്നി ഇങ്ങോട്ടൊന്ന് വരണമെന്ന് തോന്നി. പുള്ളിക്കാരൻ വന്നപ്പോഴത്തേന് എന്റെ ഭർത്താവിന് ഇങ്ങനെ കുളിപ്പിച്ചിങ്ങനെ കണ്ണൊക്കെ വീങ്ങി ഒരുമാതിരി ആയിട്ട് ഇരിക്കുന്നു. അതിന് വെച്ച് എന്തോ പറ്റിയത്. ഞാൻ ഇങ്ങനെ പറ്റിയതാന്ന് പറഞ്ഞു. ഞങ്ങൾ നാളെ ഓപ്പറേഷന് പോവാ എന്ന് പറഞ്ഞു. നീ ഓപ്പറേഷൻ ചെയ്യണ്ട, നീ വാ, നമ്മൾ അടുത്ത ആയുർവേദ ആശുപത്രി ഉണ്ട്, നമ്മൾ അവിടെ കൊണ്ടുപോയി കാണിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ ഒരു കൂട്ടുകാരന്റെ അച്ഛൻ ഇങ്ങനെ ഞരമ്പൊക്കെ പിടിച്ചിടുന്ന പുള്ളിയാ, നീ അവിടെ കൊണ്ട് തിരിപ്പിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ ഞങ്ങൾ കാറ് പിടിച്ച് ഞങ്ങള് ആ കൂട്ടുകാരന്റെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പൊ ആ പുള്ളിക്കാരൻ പറഞ്ഞു, ശരീരം മൊത്തം നീര് പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാനൊക്കത്തില്ല, അപ്പൊ നീര് ചൊട്ടണം, എന്തെങ്കിലും ചെയ്യണമെന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ പച്ചിലയൊക്കെ പറിച്ചിട്ട് ആ പുള്ളിക്കാരൻ പറഞ്ഞു തന്നു കുറെ ആയുർവേദ ഇല അത് പറിച്ചിട്ട് ഞങ്ങള് വെള്ളം തിളപ്പിച്ച് നീരൊക്കെ ചുട്ടത്തൊക്കെ ഇങ്ങനെ തോർത്ത് മുക്കി ഒപ്പി 2 ദിവസക്കാലം കൊണ്ട് ആ ശരീരത്തിൽ നീരെല്ലാം പറ്റി. അതിനുശേഷം കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞരമ്പെല്ലാം ഇടറി കിടക്കുന്നു. ആ ഞരമ്പെല്ലാം പുള്ളിക്കാരൻ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അടുത്ത ആയുർവേദ ആശുപത്രിയിലുണ്ട്, ചേപ്പാട്ട് കവലയ്ക്ക് തെക്കാണ്, അവിടെ ആ ആശുപത്രി നല്ല ഡോക്ടറുണ്ട്, അവിടെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ബസ് 3 മാസക്കാലം ആ ആയുർവേദ ആശുപത്രി ഞങ്ങൾ കിടപ്പാനിടയായി തീർന്നു. അവിടുന്ന് കിഴിയിട്ട് ആയുർവേദം കഴിച്ച് സുഖമായി പ്രാപിച്ച് എന്റെ വീട്ടിൽ വന്നു. അവിടെ 2-3 മാസം നിന്നു. അതിനുശേഷം എല്ലാം സുഖം പ്രാപിച്ച് തിരിച്ച് ഞങ്ങൾ മാവേലിക്കരയ്ക്ക് വന്നു. മാവേലിക്കര അങ്ങനെ സുഖമായിട്ട് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞു, നിന്നെ കുഞ്ഞിനെ ഞാൻ പട്ടിണി കിടത്തില്ല, എങ്ങനെയായിരുന്നു ഞാൻ നിങ്ങളെ പൂറ്റി പുലർത്തും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഒരു നല്ല സന്തോഷത്തോട് ജീവിച്ചിരിക്കുന്ന സമയം. അത് അങ്ങനെ കുറെ നാൾ കഴിയുമ്പോഴത്തേക്കിന് ഞങ്ങള് പുള്ളിക്കാരന് ഈ സ്കൂളുകളിലെ വർക്കായതുകൊണ്ട് പറഞ്ഞ്, എനിക്ക് അറിയാവുന്ന ഒരു അച്ഛനുണ്ട്, ഞാൻ അവിടെ ചെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സഹായം ചെയ്തായിരിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആലപ്പുഴ പുറക്കാട് ഒരു ദാനകേന്ദ്രത്തിലെ ഒരു അച്ഛനാണ്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേന് പറഞ്ഞു, നീ ഇങ്ങനെ ഞങ്ങളുടെ അവസ്ഥകളും കാര്യങ്ങളെല്ലാം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ, ഇവിടെ ധ്യാനം കൂടുന്നുണ്ട്, അതിന് പങ്കെടുക്കാൻ പറഞ്ഞു. അപ്പൊ ഒരാഴ്ചത്തെ ധ്യാനം കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ മുന്നമേ അടയ്ക്കണം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അച്ഛാ അതിന് ഞങ്ങൾ നിവർത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ധ്യാനം കൂടാൻ വരുന്ന ഒരു വ്യക്തി ഒരാൾക്കൂടെ എന്തെങ്കിലും സ്പോൺസർ ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരാള് പൈസ സ്പോൺസർ ചെയ്തു. ആ ആഴ്ച തന്നെ ഞങ്ങളെ അവിടെ ധ്യാനം കൂടുവാൻ ദൈവം സഹായിച്ചു. ആ ധ്യാനം കൂടാൻ ഞങ്ങൾ ഒരാഴ്ച കാലം അവിടെ പോയി. പുള്ളിക്കാരന് പൂർണ്ണമായ സൗഖ്യം ദൈവം കൊടുത്തു. അന്ന് അവിടുത്തെ അച്ഛന് പ്രശാന്ത് അച്ഛൻ എന്ന് പറയുന്ന അച്ഛനാണ്. അച്ഛനൊരു ബൈബിളും തന്നു. ബൈബിള് കിട്ടിയപ്പോ എനിക്ക് വലിയ സന്തോഷമായി. കാരണം പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് എനിക്ക് അപ്പൊ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു വിചാരം എന്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ വന്ന് ആ ഒരു മാസം ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് ധ്യാനം കൂടിക്കെട്ട് വന്നപ്പോഴത്തേ എന്തോ ഒരു മാറ്റം ഞങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങി. പുള്ളിക്കാരന് നല്ല സുഖമായിട്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചുനാൾ കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ
പിന്നെ ട്രീറ്റ്മെന്റിനായിട്ട് അവിടെ കോട്ടയം ESA കൊണ്ടുപോയി എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ഒന്നുകിൽ ഇവർക്ക് വളർച്ചയിൽ മാറണം, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർക്ക് 4-5 വയസ്സാകാറായിട്ടും ഇവർക്ക് ഒരു മാറ്റമില്ല, ആഹാരം ഒന്നും കഴിക്കത്തില്ല വലുതായിട്ട്. അപ്പൊ അങ്ങനെ ആഹാരത്തിൽ കഴിക്കാത്ത കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഇവക്കുണ്ടായി. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്ന് മാവേലിക്കര വന്ന് അപ്പൊ ഭയങ്കര പ്രയാസം തോന്നി, എന്താ കുഞ്ഞിനെ ഇങ്ങനെ. അപ്പൊ എന്താ കഴിക്കേണ്ടതെല്ലാം എല്ലാം കൊടുക്കും, കഴിക്കാൻ കൊടുക്കൽ ഇവിടെ കഴിക്കത്തില്ല. അപ്പൊ അങ്ങനെ മനസ്സിന് ഒത്തിരി പ്രയാസം ആയിട്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ജോലിക്ക് പോകാൻ ചെറിയ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സുഖമായിട്ട് ശേഷം രണ്ടാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രഗ്നന്റ് ആയി. അങ്ങനെ ആ ഒരു വർഷം 1999 രണ്ടാമത്തെ കുഞ്ഞ് എനിക്ക് കിട്ടുവാനിടയാ തീർന്നു. അങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് എൻ്റെ ഭവനത്തിൽ ജീവിച്ചു അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞിനെ കൊണ്ട് പുള്ളിക്കാരനാ പോയത്, പിന്നെ ESA പോയത്, കുഞ്ഞുങ്ങളുടെ ഡോക്ടർ ആശുപത്രി കോട്ടയത്ത്. അവിടെ ചെന്നപ്പം അങ്ങനെ കുഞ്ഞിനെ കാണിച്ച് തിരിച്ചു വന്നപ്പോഴത്തേന് കോട്ടയം ഒരു ട്രെയിനിലാ പോകുന്നത്. ആ ട്രെയിന് വരാനായിട്ട് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ദൈവദൂതനെ പോലൊരു മനുഷ്യൻ വന്ന് പറഞ്ഞു, കോട്ടയം മാമൻ മാപ്പിള ഹാളില് കുഞ്ഞുങ്ങളുടെ ഹൃദയ ശസ്ത്രക്രിയ ക്യാമ്പ് നടക്കുന്നുണ്ട്, കുഞ്ഞിന് അസുഖമാണ്, നിങ്ങൾ അവിടെ ഒന്ന് കൊണ്ട് ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം ഒന്ന് കാണിച്ചു നോക്കുന്നു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ദൈവത്തിന് ഞങ്ങൾക്ക് വേണ്ടി വഴി ഒരുക്കിയതാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങനെ പുള്ളിക്കാരൻ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം കൊണ്ട് അന്ന് തന്നെ 5 മണിക്ക് മുമ്പ് അവിടെ കൊണ്ട് എത്തിക്കണമായിരുന്നു. അങ്ങനെ അവിടെ കൊണ്ട് ആ സർട്ടിഫിക്കറ്റുകളെല്ലാം കൊടുത്തിട്ട് ശേഷം തിരിച്ച് ഭവനത്തിൽ വന്നുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഈ പ്രാർത്ഥിക്കാൻ നമുക്ക് കിട്ടുവാണെങ്കിൽ കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നടക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് അങ്ങനെ രണ്ടാമത്തെ കുഞ്ഞായി ഞാൻ എൻ്റെ നയറോളങ്ങളെ വീട്ടിലാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മോളെ പ്രസവിച്ച് ഒരു 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞു. ആ സമയത്ത് ഞങ്ങൾക്കൊരു ലെറ്റർ വന്നു, കുഞ്ഞിനെ അപ്പയും ഞങ്ങൾക്ക് അവിടെ മദ്രാസ് മെഡിക്കൽ മിഷനില് കുഞ്ഞിന് ഫ്രീ ആയിട്ട് ഓപ്പറേഷൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ലെറ്റർ വന്നു. അപ്പൊ അന്ന് ഞങ്ങൾ എന്റെ നങ്ങേറുളങ്ങര വീട്ടിലായതുകൊണ്ട് വൈകിട്ട് പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു, ഞാൻ മാവേലിക്കര വരെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. തിരിച്ചു ഇവിടെ വന്നപ്പോൾ ആ ലെറ്റർ എന്റെ ചേട്ടനും ചേട്ടത്തിയുടെ കയ്യിലായിരുന്നു, അവരെയല്ല കിട്ടിയത്. അവര് വന്നപ്പോ അത് കൊടുക്കുകയും കൊടുത്തു നോക്കിയപ്പോ ഇങ്ങനെ ഞങ്ങൾക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടി, ഇത്ര ദിവസം ഞങ്ങൾ അവിടെ ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട്. പാസ്റ്ററെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ദൈവം ഒരുക്കുന്ന വഴികൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ എന്റെ കുഞ്ഞിന് 1 രൂപ പോലും മുടക്കാതെ ആ ഹാർട്ടിന് ഓപ്പറേഷൻ നടത്തുവാൻ 2000 എന്റെ കുഞ്ഞിന്റെ ഓപ്പറേഷൻ നടത്താൻ തക്കവണ്ണം സ്വർഗം സഹായിച്ചു. അങ്ങനെ അതിനുശേഷം കുഞ്ഞിന് ഞങ്ങളുടെ ആ 2-3 മാസം ഞങ്ങളുടെ നയ്യാറുളങ്ങര വീട്ടിലായിരുന്നു. അത് ശേഷം കഴിഞ്ഞ് വന്ന് ഞങ്ങള് മാവേലിക്കര വന്നു കഴിഞ്ഞ ശേഷം എനിക്ക് പിന്നെ ഈ പ്രശാന്തച്ചൻ തന്ന വേദപുസ്തകം എടുത്ത് ഞാൻ വായിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എനിക്ക് എന്തോ ഒരു വാഞ്ച എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, എന്റെ കുഞ്ഞിനെ രക്ഷിച്ച ദൈവത്തെ ഇനി ഞാൻ ആ ദൈവത്തെ പിൻപറ്റി ജീവിക്കാമെന്ന് എന്റെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ വേദപുസ്തകം വായിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. സ്തോത്രം സ്തോത്രം. അങ്ങനെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ ദൈവം ചെയ്ത ആ നന്മ ഞാൻ പ്രാർത്ഥിക്കണം എന്നൊക്കെയുള്ള ഒരു ഉള്ളിലെ ഒരു വാഞ്ച ഒക്കെ ഉണ്ടായി. അങ്ങനെ ഉപസിപ്പാൻ ഞാൻ ഇവിടെ മാവേലിക്കര വന്നാണ് എനിക്ക് ഉപവാസം എന്താണോ, യേശുക്രിസ്തു ആരാണോ ഒന്നും എനിക്കറിയാത്ത സ്ഥാനത്ത് ഞാൻ കുഞ്ഞിന് വേണ്ടി ഉപസിക്കാനോ ഉച്ചവരെ ഉപസിച്ച് ഉച്ചവരെ ഉള്ളത് 1 ദിവസമായി, 1 ദിവസം 2 ദിവസമായി, 2 ദിവസം 3 ദിവസമായി. അങ്ങനെ ഉപവാസത്തോടെ ദിവസം ഇരുന്ന് ഓരോ വിഷയങ്ങളും പ്രാർത്ഥിക്കാൻ ഞാൻ ആ വേദപുസ്തകം എടുത്ത് വായിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറെ നാൾ ഇരുന്ന് കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ വീടിന് തൊട്ടപ്പുറത്ത് IM ബൈബിൾ കോളേജിലെ കുറെ സഹോദരന്മാര് ഈ ഭവന സന്ദർശനത്തിനായിട്ട് വരും. അങ്ങനെ അതിലൊരു സഹോദരൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു പറഞ്ഞു, ഞങ്ങളുടെ വിവരങ്ങളെല്ലാം പുള്ളിക്കാരോട് സംസാരിച്ചു. പുള്ളിക്കാരൻ അന്നും ഒരു വേദപുസ്തകം എനിക്ക് കൈകൊണ്ട് തന്നു. സ്തോത്രം. എന്നിട്ട് പറഞ്ഞു 91-ാം സങ്കീർത്തനം, 21-ാം സങ്കീർത്തനം, 27-ാം സങ്കീർത്തനം, 34-ാം സങ്കീർത്തനം ഒക്കെ ആന്റി വായിക്കണം, വായിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയി. പാസ്റ്ററെ ഈ ബൈബിൾ കോളേജിലെ സഹോദരന്മാര് വന്ന് പോയതിന് ശേഷം ഞങ്ങളുടെ ദേശം വളരാൻ തുടങ്ങി.
ഞാൻ ബെന്തിക്കോസിലായെന്നും പറഞ്ഞുകൊണ്ട് പ്രൈസലോട് ഹല്ലേലൂയ പുള്ളിക്കാരനോട് വേണ്ടാത്തൊക്കെ ഓരോരുത്തർ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. പ്രൈസലോട് ഹല്ലേലൂയ പുള്ളിക്കാരൻ മദ്യപിക്കാൻ തുടങ്ങി. വീട്ടിലെ ആകപ്പാട് പ്രശ്നങ്ങളായി. അങ്ങനെ അങ്ങനെ കുറച്ച് നാൾ ഞാൻ പിന്നെ പ്രാർത്ഥനയൊന്നും വേണ്ടാന്ന് പറഞ്ഞ് കുറച്ച് നാൾ ഇരുന്നു. അതിനുശേഷം വീണ്ടും ഞാൻ ഈ സഹോദരന്മാരുടെ ഇടയ്ക്ക് ഈ സഹോദരന്മാര് വരുമ്പോൾ ഞാൻ പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഇവിടെ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെയാണ് എന്നുകൊണ്ട് പറയും. സാരമില്ല ആന്റി, എല്ലാം മാറും, ആന്റി വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കാൻ. അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം ഹല്ലേലൂയ. എന്റെ ദൈവം എനിക്ക് ഓരോ നിമിഷവും അത്ഭുതമായത് എന്നെ നടത്താൻ തുടങ്ങി. സ്തോത്രം സ്തോത്രം. അങ്ങനെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സഹോദരന്മാര് വരികയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് പോവുകയും പിന്നെ പോകാതിരിക്കുകയും ചെയ്തപ്പോ എനിക്ക് മനസ്സിന് ഭയങ്കര പ്രയാസമായിട്ട് തോന്നി. പിന്നെ പുള്ളിക്കാരോട് ചോദിച്ചു, ഞാൻ പ്രാർത്ഥനയ്ക്ക് പൊക്കോട്ടെ, നമ്മുടെ കുഞ്ഞിനെ ദൈവമല്ലേ രക്ഷിച്ചത്, ആ ദൈവത്തെ നമ്മൾ വിളിക്കണ്ടേ, അതൊന്നും വേണ്ട, നമ്മുടെ കുടുംബം വിട്ടൊന്നും പോകണ്ട എന്നും പറഞ്ഞു പുള്ളിക്കാരൻ. അങ്ങനെ എന്റെ അമ്മയും ആങ്ങളമാരും എല്ലാം പുള്ളിക്കാരൻ സൈഡിൽ നിന്ന് എന്നെ ഒത്തിരി വഴക്ക് പറയാനൊക്കെ ഇടയെത്തുന്നു. ബെന്തിക്കോസിൽ പോയാൽ കുഞ്ഞുങ്ങളുടെ ഭാവി നശിച്ചു പോകും, ബെന്തിക്കോസിൽ പോകരുത്, എന്തിനാ ബെന്തിക്കോസിൽ പോകുന്നത്, നമുക്ക് ഒത്തിരി ദൈവങ്ങളില്ലയോ, എന്തിനാ ബെന്തിക്കോസിൽ പോകുന്നത്. ഞാൻ പറഞ്ഞു, നമ്മുടെ ദൈവങ്ങളൊന്നും കണ്ണു കാണാത്ത ദൈവങ്ങളാ, അവര് വിളിച്ചാൽ എന്റെ കുഞ്ഞിനെ എത്രയൊന്നും ആളുകൊണ്ട് ഈ യോഗ ശൈലി ഞങ്ങൾ കിടന്നപ്പെടുന്നു, ഈ ദൈവങ്ങളൊന്നും ഞങ്ങളെ രക്ഷിച്ചില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഈ ദൈവത്തെ വിളിക്കാൻ വരുന്നത്. ഞാൻ അമ്മയോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ. അതിനുശേഷം എന്നെ ഞങ്ങളുടെ വീട്ടിൽ ആരും വിളിക്കാതെയായി, വീട്ടിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരാതെയായി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം പിന്നെ ഞാനിങ്ങനെ എന്തിനാ വീട്ടിൽ ഇരിക്കുന്നത്, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു ദിവസം ഈ സഹോദരന്മാരെന്നെ വന്ന് വിളിച്ചു, ആന്റി വാ പ്രാർത്ഥനയുണ്ട്, ഇന്ന് പ്രാർത്ഥനയ്ക്ക് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ഇവിടെ ഭയങ്കര പ്രശ്നം, എന്നെ വിടത്തില്ല എന്ന് പറഞ്ഞു. സാരമില്ല ആന്റി ഇന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച രാവിലെ ഞാൻ എന്ത് വരും വർക്കെന്നും പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കൂടെ ഒരുക്കി ഞാനും പോയി. ഉച്ചയായപ്പോൾ ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ വന്നു. അന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. സ്തോത്രം. ദൈവ അത്ഭുതമായി ഞങ്ങളെ സന്തോഷത്തോടെ നിർത്തി. അതിനുശേഷം ഞങ്ങളുടെ ദേശത്ത് പറഞ്ഞു കൊടുത്ത് പുള്ളിക്കാരൻ പിന്നെയും മദ്യപിക്കാൻ തുടങ്ങി. വീട്ടിലാകെ പ്രശ്നങ്ങള്. വേദപുസ്തകം വായിക്കാണ്ട, ഇവിടെ എന്റെ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചാൽ മതി, എന്റെ കുഞ്ഞെ നിങ്ങളെ കൊണ്ട് ബെന്തിക്കോസിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഒരുപാട് എന്നെ ഉദ്രവിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ അങ്ങനെ ഉദരവായപ്പോ ഞാൻ വിചാരിച്ചു, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്തിട്ട് മരിക്കാമെന്ന് എന്റെ മനസ്സിൽ പലപ്പോഴും അങ്ങനെ ചിന്ത വന്നു. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അങ്ങനെ എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് ഞെരുക്കുന്ന ഒരു അവസ്ഥയിൽ എനിക്ക് ആയി പോയി. അങ്ങനെ പിന്നെ കുറച്ച് നാളായി ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകാതെയായി. അതിനുശേഷം പിന്നെ ഞാൻ ഈ സഹോദരന്മാരെ ഇടയ്ക്ക് വരുമ്പോൾ ഞാൻ പറയും, ശക്തമായിട്ട് പ്രാർത്ഥിക്കണേ, എനിക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ടെന്ന് പറയും. അങ്ങനെ ഓരോ ദർശനങ്ങൾ എനിക്ക് സ്വപ്നത്തിലൂടെ ഒക്കെ കാണാൻ തുടങ്ങി. ഞാൻ വേദപുസ്തകം എടുത്ത് പ്രസംഗിക്കുന്നതായിട്ടും മൈക്ക് പിടിച്ച് വേദപുസ്തകം എന്റെ കൈ വെച്ച് ഞാൻ മൈക്ക് പിടിച്ച് പ്രസംഗിക്കുന്നതായിട്ടും ഒക്കെ, എന്നിട്ട് പ്രസംഗം നടക്കുമ്പോ എല്ലാവർക്കും പിടിച്ചു കൊടുക്കുന്നു, എടുക്കുന്നു ഒക്കെ ഞാൻ ഇങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങി. വചനം സംസാരിക്കുന്നതൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ഞാൻ കർത്താവേ ഇതെന്താണ് എന്നും എനിക്ക് അറിയത്തില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എന്റെ ദുഃഖങ്ങൾ മാത്രം ദൈവത്തോട് പറയുമല്ലാതെ എനിക്ക് വേറെ ഒന്നും എനിക്ക് അറിയത്തില്ല. സ്തോത്രം. അങ്ങനെ ഇരുന്നപ്പം 2002 ഞാൻ എന്തും പറഞ്ഞു വിചാരിച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് സ്ഥിരമായിട്ട് പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങി. അന്ന് ആ 2-3 മാസം കുഴപ്പമില്ലാതെ ഞങ്ങളുടെ ജീവിതത്തില് സന്തോഷം സമാധാനമായിട്ട് നിന്നു. അതിനുശേഷം ഞങ്ങൾ IMA പ്രാർത്ഥനയ്ക്ക് പോകാന്ന് പറഞ്ഞു. ഈ ചുറ്റുപാടുള്ളവര് ഓരോരുത്തര് വില്ലേജ് ഓഫീസിൽ ചെന്ന് പറഞ്ഞു കൊടുത്തു. വില്ലേജ് ദിവസം ഞങ്ങള് കുഞ്ഞുങ്ങളെ ഞാൻ മുറിയിലിട്ട്, അന്ന് വീടൊന്നുമില്ല, കുഞ്ഞൊരു വീടാണ്. വീട്ടിലിട്ട് ഞാൻ പറഞ്ഞു രണ്ടുപേരും ഇവിടെ ഇരുന്നോണം, ഞാൻ ചന്തയിൽ പോയി സാധനം മേടിക്കാൻ മുന്നേ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ട് വില്ലേജ് ഓഫീസറെ 2-3 പേരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഇവിടെ ഞങ്ങളുടെ വാതൊക്കെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഇവരാ ബെന്തിക്കോസിൽ പോകുന്നത്, ഇവർക്ക് ഒരു ആനുകൂല്യവും കൊടുക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് അന്നത്തെ പ്രസംഗത്തിന് ദാനിയേലിനെ സിംഹക്കൂട്ടിലിട്ടപ്പോ സിംഹത്തിന്റെ വായടച്ച കർത്താവാണ്, നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങും. അന്നത്തെ ദൂത് അതായിരുന്നു. ഞാൻ എന്റെ മനസ്സിൽ അതങ്ങ് പ്രാർത്ഥിച്ചു, ദൈവമേ സിംഹത്തിന്റെ വായടച്ച എനിക്കൊന്നും അറിയത്തില്ല, അതിനെന്താണോ ഒന്നും അറിയാത്ത സ്ഥാനത്ത് ആ വാക്ക് എന്റെ വായി കിട്ടി. ആ പുള്ളിക്കാരൻ ഇങ്ങോട്ട് ഇറങ്ങാൻ ഇടയായിട്ട് സഹോദരൻ. അന്ന് സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് ഈ വേദപുസ്തകമൊക്കെ കൊടുക്കുന്ന ഒരു സമയമാണ്. അന്ന് വൈകുന്നേരത്ത് വലിയ പ്രശ്നമായിരുന്നു പാസ്റ്റർ. ഒരുപാട് ഇവരെല്ലാം നാടിൽ മൊത്തം ഇളകി ഞങ്ങൾ ബെന്തിക്കോസിൽ പോവാന്ന് പറഞ്ഞു പുള്ളിക്കാരൻ ഇടയ്ക്ക്. അന്നും പുള്ളിക്കാരന് മദ്യപിച്ച് വന്ന് ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ ഞാൻ ചെന്ന പ്രാർത്ഥനയ്ക്ക് ഇനിയും പോകുന്നില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ ഭവനത്തിരുന്ന് പ്രാർത്ഥിക്കാൻ മതി അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരുന്ന് എന്റെ മനസ്സിൽ കാരണം കൂട്ടായ്മയ്ക്ക് പോകണം, എല്ലാരും ഇവിടെ നിന്നുള്ളവര് ഇടയ്ക്ക് താഴെയുള്ളവരും ഒക്കെ പോകുന്നുണ്ട്. പോകുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം, എനിക്കും പോകണമെന്നുള്ള ഓർത്ത്
അങ്ങനെ ഞാൻ പിന്നെയും വീണ്ടും പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് 2002 പോയി, 3 4 5-ാം വർഷത്തിലായപ്പോൾ എനിക്ക് മനസ്സിലൊരു ഭയങ്കര ഭാരം. കാരണം എന്തിനാ ചുമ്മാതെ പോകുന്നത്, സ്ഥാനപ്പെടാതെ ചുമ്മാതെ പോയിരുന്നു. അങ്ങനെ കർത്തൃമേശയൊക്കെ ഉണ്ട്, അപ്പൊ അത് എനിക്ക് എടുക്കണം, അപ്പൊ അത് എടുക്കണമല്ലോ. സ്ഥാനപ്പെടാതെ എടുക്കാൻ പറ്റത്തില്ലല്ലോ, സ്ഥാനപ്പെടാൻ കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ബഹളം നടക്കും, ഞാൻ എങ്ങനെ എടുക്കും എന്നൊക്കെ ഒത്തിരി വിഷമിച്ചു. അങ്ങനെ ആ വർഷം അങ്ങനെ അങ്ങ് പോയി. 2006 ഞാൻ ജലത്തിൽ ജലത്തിൽ ഞാൻ സ്ഥാനപ്പെട്ടു. അതിനെ സ്ഥാനപ്പെടുത്തി കഴിഞ്ഞ് വന്നു. ആ ഒരു മാസം കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയി. അത് കഴിഞ്ഞ ശേഷം വീണ്ടും പ്രശ്നങ്ങളായി. പുള്ളിക്കാരൻ മദ്യപിച്ചുകൊണ്ട് വന്ന് ഉപദ്രവിക്കുകയും, എന്റെ താലി എടുത്ത് കെട്ടിക്കോണം, വീട്ടിലെ ഇനിയും വേദപുസ്തകം വായിക്കാൻ ഒക്കത്തില്ല, വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചോണം പറഞ്ഞു. പിന്നെ പിന്നത്തെ പോലെ ആയി. അങ്ങനെ വലിയ പ്രശ്നങ്ങളായി. പിന്നെ സ്ഥാനപ്പെട്ട് കഴിഞ്ഞ് ഇനി സ്ഥാനപ്പെടാൻ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞു ഇനി സ്ഥാനപ്പെടുന്നില്ല, ഒരു വട്ടം സ്ഥാനപ്പെടുന്നല്ലേ ഉള്ളൂ, എപ്പോഴെപ്പോഴും സ്ഥാനപ്പെടാൻ ഒക്കത്തില്ല. അപ്പൊ അതെനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, പുള്ളിക്കാരൻ അറിയത്തില്ലല്ലോ. സ്തോത്രം. അങ്ങനെ ഞാൻ സ്ഥാനപ്പെടാതെ അങ്ങനെ പിന്നെയും കുറച്ചുനാൾ പോകാതായി. അതിനുശേഷം ഈ കുഞ്ഞിന് പഠിക്കണമെന്ന് അംഗനവാടി വിടാൻ തുടങ്ങി, മൂത്ത വയതിനെ. അപ്പൊ അവിടെ ചെന്ന് പഠിക്കണം പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു അവക്ക് ഭയങ്കരമായിട്ട്. അങ്ങനെ അംഗനവാടി കൊണ്ടുവിടാൻ വിട്ടിട്ട് അവിടെ പഠിക്കണ്ട, എനിക്ക് വേറെ സ്കൂളിൽ പഠിച്ചാൽ മതി. അങ്ങനെ അങ്ങനെ കുറച്ചുനാൾ ഞങ്ങൾ ഇങ്ങനെ ഈ പ്രാർത്ഥനയുടെ ഇതനുസരിച്ച് സ്കൂളിൽ പോകാതെയും പ്രാർത്ഥനയ്ക്ക് പോകാതെ അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ അങ്ങനെ വിട്ടുപോയി. കഴിഞ്ഞ ശേഷം 2007 ഞാൻ ഇവളെ സ്കൂളിൽ കൊണ്ടുവിടുവാനിടയായി തീർന്നു. 5-ാം സ്റ്റാൻഡേർഡിലാണ്, 1-ാം സ്റ്റാൻഡേർഡിൽ ഇരിക്കുന്ന പോലെ 5-ാം സ്റ്റാൻഡേർഡിൽ കൊണ്ടുവിട്ടു. 5-ാം സ്റ്റാൻഡേർഡ് മുതൽ 10-ാം ക്ലാസ് വരെയും ദൈവം പഠിക്കാൻ നമുക്ക് ബുദ്ധിയും കഴിവ് ദൈവം കൊടുത്തു. അവന് കുഞ്ഞിന് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞു, മോന് വയ്യാത്തല്ലേ, പഠിക്കാൻ പോവേണ്ട, വലിയ അല്ലാട്ടൊന്നും പഠി നിനക്കാവുന്ന പോലെ പഠിച്ചാൽ മതി എന്ന്. പക്ഷെ എന്നാലും എന്റെ മനസ്സിൽ ഭയങ്കര കുഞ്ഞുങ്ങളെല്ലാം പഠിക്കാൻ പോകുമ്പോൾ ഇവളെ കൂടെ വിടാമെന്നൊക്കെ വലിയ ആഗ്രഹത്തോടെ നമ്മള് പോവുകയും, അവക്കും ആഗ്രഹം പഠിക്കാന്. അങ്ങനെ പഠിക്കാന് 5-ാം ക്ലാസ്സിൽ വിടുകയും ചെയ്യും. അക്ഷരമൊക്കെ പഠിക്കാൻ ഞാൻ തന്നെ മണ്ണ് വാരിയിട്ട് ഇവർക്ക് അക്ഷരം എഴുതി കൊടുത്ത് അവരെ പഠിപ്പിക്കും, രണ്ടുപേരെ ഇരുന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. അതിനുശേഷം ട്യൂഷൻ വിടാനായിട്ട് ഞങ്ങളുടെ അടുത്തിട്ട് ആന്റിയുടെ ഒക്കെ കൊണ്ടുപോയി ഞാൻ ട്യൂഷന് വിട്ടു. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ അവര് വിശ്വാസിയായിരുന്നുകൊണ്ട് അവിടെ വെള്ളിയാഴ്ച പ്രാർത്ഥനയൊക്കെ വെക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. എന്റെ മനസ്സിൽ ആഗ്രഹം പോലെ ഞാൻ കുഞ്ഞിനെ ട്യൂഷന് വിടാൻ തോന്നി. അങ്ങനെ കിട്ടുന്ന സമയങ്ങളെല്ലാം ഞാൻ അവിടെ പോവും, പ്രാർത്ഥിക്കുകയും അവർക്കും ഒരു സഹായമായി തീർന്നു. അപ്പൊ അവര് ട്യൂഷൻ പഠിപ്പിക്കാൻ പൈസ വാങ്ങിക്കത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അവരെ സഹായിക്കാൻ ചെല്ലുവാന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങും, അവരുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് എന്നെ ഒത്തിരി അടുത്ത് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകും. അങ്ങനെ എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ അവരെന്നോട് പറയുമായിരുന്നു, നീ മാർത്തെ പോലെ പലതിനും ചൊല്ലി വ്യാകുലപ്പെട്ട് നടക്കാതെ മറിയത്തെ പോലെ നല്ല അംശം തെരഞ്ഞെടുത്ത് നിന്റെ പാത പിടിച്ചിരിക്കുക. അപ്പൊ ഇതൊക്കെ പറയുമ്പോ എനിക്കൊന്നും അറിയത്തില്ല മാസ്റ്റർ, ഇവര് വചനം എന്താണോ അറിയുന്നത് പറയുമ്പോഴൊക്കെ ഞാൻ ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കും, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയാത്തതുകൊണ്ട്. പക്ഷെ ഇപ്പോഴെനിക്ക് അതെല്ലാം മനസ്സിലായത്, ഈ പറയുന്നതിന് അത് ഒരു വ്യക്തത ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥനയ്ക്ക് പോവുകയും അവര് തന്നെ വണ്ടിക്കൂലി മുടക്കി എന്നെ ഒത്തിരി അടുത്ത് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയും, അങ്ങനെ കൂടുതലായിട്ട് ദൈവത്തോടുള്ള പ്രാർത്ഥനയും ഉപവാസം എടുക്കാനും ഒക്കെ എന്നെ അവരിലൂടെ എനിക്ക് ദൈവം ബലം തന്നു. അതിനുശേഷം ഞങ്ങൾ സ്ഥിരമായിട്ട് പ്രാർത്ഥനയ്ക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകാൻ തുടങ്ങി. കുഞ്ഞ് 5-ാം ക്ലാസ്സിൽ വിട്ടെന്ന് പറഞ്ഞല്ലോ, അവ പഠിക്കാൻ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് ഞാനിരുന്ന് ഉപവാസത്തോടിരുന്ന് പ്രാർത്ഥിക്കും. ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി കൊടുക്കണം, ദൈവമേ ഞങ്ങളെ നിന്ദിക്കുന്ന മുമ്പ് തന്നെ മാനിച്ചു നിർത്തന്റെ കുഞ്ഞുങ്ങളെ മാനിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉപവാസം എടുത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം യാക്കോബിന്റെ 1-ാം അധ്യായത്തിൽ പറഞ്ഞു, ഒരുവന് ജ്ഞാനം കുറവെങ്കിൽ ഔദാര്യമായി പരിസ്ഥിക്കാത്ത ജ്ഞാനത്തെ. ഈ വാക്യൊന്നും എനിക്ക് എവിടാന്ന് അറിയത്തില്ല, പക്ഷെ അന്ന് എന്റെ വായി കിട്ടിയ വാക്യം. ഈ വാക്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ കുഞ്ഞ് പഠിച്ച് 10-ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ പാസ്സാകാൻ തുടങ്ങി. സ്തോത്രം. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം +1 +2 പഠിച്ചു. അവർക്ക് ആഗ്രഹമായിരുന്നു നേഴ്സിംഗ് പഠിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, മോൻ നേഴ്സിംഗ് പഠിക്കാനൊന്നും പോകണ്ട, അതിന് നമുക്ക് സാമ്പത്തികമില്ല, അതുകൊണ്ട് അങ്ങനെ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അവൾക്ക് പോകണം പഠിക്കണം എന്നൊക്കെ ആഗ്രഹമായിരുന്നു. അങ്ങനെ +1 +2 പഠിച്ച ശേഷം നല്ല കൂട്ടുകാരി കുഞ്ഞുങ്ങളെ കിട്ടി വാസ അവർക്ക്. അവരെല്ലാം ഡോക്ടർക്ക് പഠിക്കാനും നേഴ്സിംഗ് പഠിക്കാനുള്ള കുഞ്ഞുങ്ങളായതുകൊണ്ട് അവരുടെ കൂടെ കൂടി നല്ലൊരു പാത പിൻപറ്റാൻ സഹായിച്ചു. നല്ല കൂട്ടുകാരികളെ കിട്ടുവാൻ, നല്ല വിശ്വാസി കുഞ്ഞുങ്ങളെ തന്നെ കിട്ടുവാൻ ഇടയായിരുന്നു. അപ്പൊ അവളും എന്റെ കൂടെ പ്രാർത്ഥിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ആ 2010-12 വർഷങ്ങളിലൊക്കെ പാസ്സായി. 10-ാം ക്ലാസ് പാസ്സായി, +1 പഠിച്ചു. നേഴ്സിംഗ് പഠിക്കണം എന്ന് വെച്ചു. അങ്ങനെ നേഴ്സിംഗ് പഠിക്കാൻ നമുക്ക് നിവൃത്തിയില്ല, എന്നാലും പഠിക്കണം എന്ന് ആഗ്രഹം ആയതുകൊണ്ട് അവളെ അങ്ങനെ ഞങ്ങൾ വിടാനൊക്കെ തീരുമാനിച്ചിരുന്ന കൂട്ടത്തില്
പിന്നെ നീറ്റ് പരീക്ഷ എഴുതണം, കൂട്ടുകാർ നീറ്റ് പരീക്ഷ എഴുതുന്നു, അവരുടെ കൂടെ ഞാൻ നീറ്റ് പരീക്ഷ എഴുതണം. അപ്പൊ എഴുതി. അത് കഴിഞ്ഞ് എൻട്രൻസിന്റെ പരീക്ഷ എഴുതി മാലിക് ദിനാർ കോളേജിൽ അഡ്മിഷൻ കിട്ടി. അപ്പൊ അഡ്മിഷൻ കിട്ടിയപ്പോ ആദ്യം ഞങ്ങൾ 60,000 രൂപ അവിടെ അടയ്ക്കണമായിരുന്നു. ദൈവകൃപ 2 പ്രാവശ്യമായിട്ട് ഞങ്ങൾ 60,000 രൂപ അടച്ച് കുഞ്ഞിനെ അവിടെ ഹോസ്റ്റലിൽ നിർത്തി എല്ലാം റെഡി, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ഭവനത്തിൽ വന്നു. 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ അടച്ച പൈസ തിരിച്ചു തന്നു. ഞങ്ങൾ പറഞ്ഞു ഇവർക്ക് മെറിറ്റിൽ കിട്ടിയത് കൊണ്ട് ഇവിടെ വിദ്യാഭ്യാസത്തെ ഒരു പൈസ പോലും അടക്കേണ്ടെന്ന്. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ അവസ്ഥകളെ കണ്ട് ആ കൊടുത്ത പൈസ തിരിച്ചു തരുവാനും ഇടയായി തീർന്നു. അങ്ങനെ കുഞ്ഞവിടെ കാസർഗോഡ് പ്രദേശത്ത് 4 വർഷക്കാലം പഠിച്ചു, പാസ്സായി ഇറങ്ങി. അവിടുന്ന് 6 മാസമായി ഭവനത്തിൽ നിന്നു. അതിനുശേഷം ഡൽഹി 2 വർഷം ജോലി ചെയ്തു, ട്രെയിനിയായിട്ട് കയറി. അവിടെ നിന്ന് സൗദിക്ക് പോകാനും ദൈവം ഒരു അവസരം ഒരുക്കി. അതെല്ലാം പെട്ടെന്നായിരുന്നു പാസ്റ്റർ, എല്ലാം പെട്ടെന്നായിരുന്നു. സൗദിക്ക് പോകാനുള്ള വഴികൾ ഒരുക്കി. അതിനുശേഷം ഞാൻ അതിന്റെ ഇടയ്ക്ക് പറയുന്ന പാസ്റ്റർ 2010, 11, 12 വർഷങ്ങളിൽ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് പോകാൻ തുടങ്ങി. ഇടയ്ക്കൊക്കെ ബഹളങ്ങളും അടിയും ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ അടി കിട്ടിയിട്ടുണ്ട്. അതിനാൽ ഞാൻ പിന്നെയും പ്രാർത്ഥനയ്ക്ക് പോയി അവിടെ ഉപവാസ പ്രാർത്ഥനയ്ക്കും ലീഡർഷിപ്പ് പ്രാർത്ഥനയ്ക്ക് പോവുകയൊക്കെ ചെയ്ത്. അങ്ങനെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ ദൈവം എനിക്ക് 3 വർഷക്കാലം എനിക്ക് അവസരം തന്നു. അങ്ങനെ അതിലെനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. അവിടെ ഈ ബൈബിൾ കോളേജ് അനാഥ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവിടുന്നവരുണ്ട്. അവർക്ക് വേദപുസ്തകം വായിച്ച് കേൾപ്പിച്ച് അപ്പൊ സൺഡേ സ്കൂളിലെ പുസ്തകത്തിലെ കഥകൾ പറഞ്ഞു കൊടുത്ത് അവരുടെ വാക്യം പറഞ്ഞു കൊടുത്ത് അത് മാത്രം മതിയായിരുന്നു. അത് ഞാൻ പറഞ്ഞ സാറേ എനിക്ക് ബുദ്ധിയില്ല, കഴിവില്ല, ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും? സാരമില്ല, ഈ പുസ്തകം വായിച്ചിട്ട് അതിലെ കഥ പറഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ 3 വർഷക്കാലം സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പാൻ ലോകത്തിൽ പോഷത്തമായ അടിയെ വിളിച്ച് വേർതിരിച്ച ദൈവം എനിക്ക് അത്രത്തോളം ബുദ്ധി ദൈവം തന്നു ആ 3 വർഷക്കാലം. അതിനുശേഷം ഞങ്ങളുടെ വെള്ളിയാഴ്ച കൂട്ടായ്മയുണ്ട് പാസ്റ്റർ അവിടെ. അപ്പൊ അതൊരു സഹോദരനാണ് നടത്തിക്കൊണ്ടിരുന്നത്. ആ പുള്ളിക്കാരൻ അവിടുന്ന് പോകേണ്ടതായിട്ട് വന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു ലീഡറായിട്ട് നിന്ന് ചെയ്യാൻ ആരുമില്ലാത്ത സ്ഥാനത്ത് അന്നേരം കറ്റാണത്തുള്ള ഒരു കുഞ്ഞോള് സിസ്റ്റർ എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഞങ്ങളെ സഭയെ കടന്നു വരാൻ ഇടയായി തീർന്നു. പുള്ളിക്കാരി ആ വെള്ളിയാഴ്ച കൂട്ടായ്മ നടത്തുവാൻ പുള്ളിക്കാരിയെ ഏർപ്പെടുത്തി. പുള്ളിക്കാരിയുടെ കൂടെ സഹായിയായിട്ട് എന്നെ കൂടെ ചേർത്തു. ഞങ്ങൾ 2 പേരും കൂടെ വെള്ളിയാഴ്ച പ്രാർത്ഥന ഞങ്ങളുടെ സഭയിൽ നടത്തിക്കൊണ്ടുപോകാൻ സഹായിച്ചു. അത് സഭയെ നടത്തിക്കുന്ന ശേഷം പിന്നെ അത് വീടുകളിലോട്ട് മാറ്റി ഓരോ ഭവനത്തിലും വെച്ച് പ്രാർത്ഥന നടത്തും എന്ന് വെച്ചു. അങ്ങനെ നല്ലൊരു വിടുതലായിത്തീരുന്നു. അങ്ങനെ ഓരോ ഭവനങ്ങളിലാക്കി പ്രാർത്ഥന വെച്ചു. അതിനുശേഷം ഞാനും പുള്ളിക്കാരിയും കൂടെ പുള്ളിക്കാരി കുറച്ച് ട്രാക്ട് കൊണ്ടുവരും. ഞങ്ങളെല്ലാരും കൂടെ ഓരോ ഭവനങ്ങളിൽ പോയി ട്രാക്ട് കൊടുക്കും. അങ്ങനെ മീറ്റിങ്ങുകൾ കഴിഞ്ഞ് ഉച്ച ശേഷമാണ് ഞങ്ങൾ ട്രാക്ട് കൊടുക്കാൻ പോകുന്നത്. അതിനുശേഷം അവർ കൂടെ വന്നവരെ എല്ലാവരും അങ്ങ് പോകും ഓരോ വിഷയങ്ങൾ പറഞ്ഞ്. ഞാനും പുള്ളിക്കാരിയോട് ലാസ്റ്റ് തന്നെ ആകും. ഞങ്ങൾ 2 പേരും കൂടെ ചുറ്റുപാടുള്ള ഭവനങ്ങളിൽ പോയി ട്രാക്ട് കൊടുക്കുകയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഞങ്ങളുടെ വെള്ളിയാഴ്ച പ്രാർത്ഥന മീറ്റിങ്ങുകളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച പ്രാർത്ഥനയാണ്. അപ്പൊ രാത്രിയിലായപ്പോ ഞാൻ ജോലിയെല്ലാം ഒതുക്കിയിട്ട് നേരത്തെ കിടക്കണം, നാളെ പ്രാർത്ഥനയ്ക്ക് പോകേണ്ടതാണെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു 8:30 ആയപ്പോഴത്തേന് ഒരു ഫോൺ കോൾ വരുന്നു. പറഞ്ഞു ശോഭ, എന്റെ പേര് പുള്ളിക്കാരി വിളിച്ചിട്ട് പറഞ്ഞു ശോഭ നാളെ ഒരു 10 മിനിറ്റ് ശോഭ ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ പറഞ്ഞു അമ്മമ്മേ, അയ്യോ എന്നെ കൊണ്ട് പറ്റത്തില്ല, കാരണം എനിക്ക് വചനം എന്താണ് എന്തോ പറയണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എന്നെ ആ ഒരു പാതവിയിലേക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പറ്റത്തില്ല, ദൈവാത്മാവ് എന്നോട് ഇടപെടുന്ന ശോഭയെ കൊണ്ട് പറയിപ്പിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് രാത്രി ഞാൻ വേദപുസ്തകം എടുത്ത് ഒത്തിരി മാർച്ചും തിരിച്ചും ഒക്കെ നോക്കിയിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു കർത്താവേ, ദൈവം തരുവാണെങ്കിൽ ഞാൻ പറയും, എനിക്ക് തരണം എന്ന് ഏത് വചനമാണ് പറയേണ്ടെന്നുള്ളത് വെച്ച് അന്ന് രാത്രി സ്തോത്രം ക്രൈസ്തലോട് 10 മണിയായി 11 മണിയായി 11:30 വരെ നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. ഞാൻ വേദപുസ്തകം മടക്കി വെച്ചിട്ട് കിടക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല, പിന്നെ എണീറ്റു വേദപുസ്തകം നോക്കി. അങ്ങനെ ചെയ്തപ്പോ 94-ാം സങ്കീർത്തനത്തിന്റെ 14-15 വാക്യമാകുന്നു. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെരിയാൽ അവനെ ഉയർത്തും. ഈ വാക്യം കിട്ടി. ഈ വാക്യം എനിക്ക് പെട്ടെന്ന്, ഞാൻ എപ്പോഴും വായിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് മനസ്സിൽ അത് നോക്കിയപ്പോ ഞാൻ കർത്താവേ, ഇതിനെ പറ്റി എന്തോ പറഞ്ഞു കൊടുക്കണ്ടേ, മറ്റുള്ളവർക്ക് മനസ്സിലാകണമല്ലോ. അപ്പൊ എനിക്ക് ഇതിനെ പറ്റി പറയാൻ എനിക്ക് അറിയത്തില്ല. അങ്ങനെ മനസ്സിൽ വിചാരിച്ച് എന്തോ പറയണമെന്ന് വിചാരിച്ച് ഇങ്ങനെ കടന്ന് കൂട്ടത്തി ഞാനൊക്കെ അങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങി കഴിഞ്ഞപ്പം സ്ക്രീനെ കാണിക്കുന്ന പോലെ 2 കൈകൾ എന്നെ കാണിക്കാൻ ദൈവം ഇടയാക്കി തീർത്തു.
മരത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു തൈയും, അത് ഒരു തയ്യ് പറ്റിച്ചേർന്ന് നിന്ന് അതോടെ എഴുതിറങ്ങുന്ന രണ്ട് തൈകൾ കാണിക്കാൻ പറ്റി. അതൊന്ന് ഇത്തളും, ഒന്ന് നമ്മുടെ കുരുമുളക് ചെടി. ഈ രണ്ട് കുരുമുളക് ചെടി അത് ഒരു വൃക്ഷത്തെ താങ്ങി നിന്നുകൊണ്ട് അതിനകത്ത് ഫലം കായ്ക്കുന്നതും, മറ്റേത് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് മൂടോടെ പറിച്ചു കളയുന്നു. അങ്ങനെ അങ്ങനെ ഓരോ ഓരോ നമ്മുടെ വിശ്വാസത്തിലും മറ്റുള്ള ദൈവങ്ങളെ ആശ്രയിച്ചാൽ അവിടെ അവിടെ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുണ്ടാകുന്ന കാര്യങ്ങൾ അങ്ങനെ രണ്ട് ഈ സ്ത്രീനെ കാണിക്കുന്ന പോലെ എന്നെ കാണിക്കാൻ ഇടയാ തീർന്നു. സ്തോത്രം സ്തോത്രം. അന്ന് ഇതെല്ലാം കണ്ട് നേരം വെളുത്ത് ഞാൻ ജോലിയെല്ലാം ഒതുക്കി അന്ന് ആ വീട്ടിൽ ചെന്ന് ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞാൻ ഈ വാക്യം എടുത്തു. പാസ്റ്ററെ, എനിക്ക് അറിയത്തില്ല, ദൈവം എന്നെ എന്റെ മനസ്സിന്റെ ആ ഒരു താല്പര്യം കൊണ്ടായിരിക്കും ദൈവം ഞാൻ ആഗ്രഹിച്ച നിലത്തിലും അത്യന്തപരമായി ആ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എനിക്ക് സഹായിച്ചു. അതെല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീർന്നു. അതിനുശേഷം എപ്പോഴും അമ്മമ്മ എനിക്ക് 10-15 മിനിറ്റ് ശുശ്രൂഷിക്കാൻ സമയം തരും. അതെനിക്ക് വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ എല്ലായിടത്തും ഞങ്ങൾ പോവും. അതിനുശേഷം ഞങ്ങൾ സമയം കിട്ടുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഫ്ലാറ്റ് കൊടുത്തതിന് ശേഷം പരസ്യയോഗത്തിന് പോവായിരുന്നു. പുള്ളിക്കാരി എന്നെയും കൂട്ടിക്കൊണ്ട് പോകും. പിന്നെ രോഗികളായിട്ട് കിടക്കുന്നവർക്ക് അവിടെ ചെന്ന് പ്രാർത്ഥിക്കാനും ഞങ്ങൾ രണ്ടുപേരുടെ പോയി പ്രാർത്ഥിക്കും. അവർക്ക് വിടുതലായി. അങ്ങനെ അവര് നല്ല രീതിയിലാണ് ശുശ്രൂഷ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയകാലങ്ങളായിരുന്നു. അതിന് ശേഷം ഞാൻ ഇതുപോലെ കുഞ്ഞിന്റെ ഡൽഹി ജോലി ചെയ്ത സമയത്ത് ഞങ്ങളുടെ അടുത്തൊരു കൊട്ടാരക്കരക്കാരൊരു ടീച്ചറും സാറും അവിടെ താമസത്തിന് വന്നു. പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ അവര് എന്നോട് പറഞ്ഞു, എന്തെങ്കിലും സഹായിക്കാൻ ചെല്ലാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എന്താ വെച്ചാൽ ഞാൻ നമ്മൾ തൊട്ടടുത്ത, അപ്പൊ നമുക്കൊരു ആവശ്യം വന്നാല് അവിടേക്ക് ചെന്നാൻ 10 രൂപ ആവശ്യം വന്ന് ചോദിച്ചാൽ കിട്ടണമല്ലോ എന്ന് എന്റെ മനസ്സിൽ അതാണ് പെട്ടെന്ന് വന്നത്. ഞാൻ ചോദിച്ചാൽ കിട്ടണമല്ലോ എന്ന് ചോദിച്ചു. ഞാൻ ചെന്ന് അവർക്ക് എല്ലാ ദിവസവും ഒന്നും വേണ്ട, ഇടയ്ക്ക് ദിവസങ്ങളിൽ, പുള്ളിക്ക് ടീച്ചർ ആയതുകൊണ്ട് ഇടയ്ക്ക് ദിവസങ്ങളിൽ എന്തിനാ 5 പേർക്ക് കൊടുത്താൽ മതി. ഞാൻ അങ്ങനെ അവരുമായിട്ട് പരിചയപ്പെട്ട ഇടയ്ക്ക് തലയ്ക്ക് പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് വീടിനെ അനുവദിച്ചു വന്നു. ഞങ്ങളുടെ ഈ ചുറ്റുപാടൊക്കെ എല്ലാവർക്കും വീട് അനുവദിച്ചു വന്നത്. പക്ഷേ ഞങ്ങൾക്ക് മാത്രം വീടില്ല. ഞങ്ങൾ ബന്ധുക്കോസി പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വീട് തരത്തില്ല. അങ്ങനെ അങ്ങനെ അപ്പം ഈ പ്രധാനമന്ത്രിയുടെ ഒരു നിയമം വന്ന് എല്ലാവർക്കും വീട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു, അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേന് ഞങ്ങളുടെ മെമ്പർ എന്നോട് വന്ന് പറഞ്ഞു, അപേക്ഷ കൊടുക്കും, വീട് ഞാൻ അനുവദിച്ച് തരാന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ എന്നെ മനസ്സിൽ വെച്ച് പോണോ അന്നേരം വേണ്ട, ചുമ്മാ ഒന്ന് കൊടുത്തേക്കാന്ന് വിചാരിച്ചു. പക്ഷേ കൊടുത്തു. ആ വർഷം തന്നെ ഞങ്ങൾക്ക് വീട് അനുവദിച്ച് വന്നു. അന്ന് ശേഷം ഞങ്ങള് വീടിനെല്ലാം എല്ലാം റെഡിയായി. അപ്പൊ ഞങ്ങൾ ഇപ്പൊ അങ്ങനെ വീട് അനുവദിച്ച് വന്നു. വീട് പൈസ സാമ്പത്തികമായി ഞങ്ങൾ ഒത്തിരി പ്രയാസപ്പെട്ടു. ഈ ടീച്ചർ ഞങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്തു. വീടിന്റെ വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ ദൈവം സഹായിച്ചു. അങ്ങനെ വീടിന് ഞങ്ങൾ ലോൺ എടുത്ത് വീട് പകുതി ആയി തീർന്നപ്പോഴത്തെ കുഞ്ഞിന് സൗദിക്ക് പോകാനുള്ള ഇതായി വന്നു. അപ്പം ഈ ആദ്യം ലോൺ എടുത്ത പൈസ കുറച്ച് കൊടുക്കാൻ കിടക്കുമ്പോൾ കുഞ്ഞിന് 4 ലക്ഷം രൂപ വേണം. അപ്പൊ ഞങ്ങൾ പിന്നെയും പാരപ്പെട്ടത് എങ്ങനെ ആകെ ആരുമില്ല സഹായിക്കാൻ എന്ന് ഞാൻ മനസ്സിൽ ദൈവം അന്ന് ആ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ദൈവത്തിന് ഇന്ന് പ്രാർത്ഥിക്കും, ഉപവസിക്കും. അപ്പൊ ദൈവം അങ്ങനെ ഒരു അത്ഭുതമായി ഒരു വഴി ദൈവം ഞങ്ങൾക്ക് വേണ്ടി തുറന്നു. ടീച്ചറിന്റെ ഒരു ബന്ധക്കാരി മുഖാന്തരം എനിക്ക് വീണ്ടും 2.5 ലക്ഷം രൂപ ലോൺ എടുത്ത് തരുവാൻ, 1.25 ലക്ഷം രൂപ നിൽക്കുമ്പോ തന്നെയാണ് എനിക്ക് 2.5 ലക്ഷം രൂപയും കൂടെ ലോണ് തരാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ കുഞ്ഞ് സൗദിക്ക് പോകാനൊക്കെ ദൈവം ആക്കി തീർത്തു. സ്തോത്രം. അങ്ങനെ പോയി കുഞ്ഞു അവിടെ ജോലിയായി. എന്റെ വെള്ളപ്പൊക്കം 2018 മോള് പോകുന്നത്. അപ്പൊ ദൈവം അവിടുന്ന് 18 പോകാൻ സമയത്ത്, വെള്ളപ്പൊക്ക സമയത്ത് ഭയങ്കര പ്രയാസമായിരുന്നു പാസ്റ്ററെ. കാരണം എയർപോർട്ടൊക്കെ അടച്ചു, ഞങ്ങളില്ലാത്ത പൈസ മുടക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു. നമുക്ക് പോകാൻ പറ്റുമോ എന്ന് വെച്ചു. അപ്പൊ ഞാൻ പോകുന്ന 2 ദിവസം മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ദൈവം ഒരിക്കൽ വഴിയാണെങ്കിൽ തടസ്സങ്ങളെല്ലാം നീക്കി തരണം. അങ്ങനെ പ്രാർത്ഥിച്ചു. അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഞാനും ആ വചനം പറഞ്ഞ് ആ വചനം എന്റെ വായി കിട്ടി. അത് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ കൃപയാല് 2018 അവള് സൗദിക്ക് പോകാൻ ദൈവം സഹായിച്ചു. ഇപ്പൊ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ദൈവം അവിടെ എല്ലാം വഴി തുറന്നു. സൗദിക്ക് പോയി റിയാദിൽ ചെന്നിട്ട് വേണം, തബൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ പോകേണ്ടത്. പക്ഷെ അവിടെ റിയാദിൽ ചെന്ന് 1 ദിവസം കിടക്കേണ്ടി വന്നു. ഒത്തിരി ഭാരപ്പെട്ട് ദൈവമേ എന്തുവാ ചെയ്യണം എന്നറിയാതെ. അങ്ങനെ ഞങ്ങളുടെ പാസ്റ്ററിന്റെ ഒരു ബന്ധു അവിടെ ഏർപ്പെട്ട് ജോലിയായിരുന്നു. പുള്ളിക്കാരുമായിട്ട് പാസ്റ്റർ പരിചയപ്പെടുത്തി. അതിനുശേഷം പുള്ളിക്കാരനെ അവരുടെ ബന്ധക്കാരായാലും അവിടെ ജോലി ചെയ്യുന്ന പുള്ളിക്കാരോട് അവർ തമ്മിൽ സംസാരിച്ചു, ഫോൺ വിളിച്ച് സംസാരിച്ചു. അവർക്ക് പിന്നെ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അന്ന് തന്നെ
തബുക്കിലോട്ടുള്ള പ്ലെയിൻ. അന്ന് എപ്പോഴും അങ്ങോട്ട് പ്ലെയിൻ ഇല്ല. അപ്പൊ ആ സമയത്തെങ്ങാണ്ടേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവര് പോകുന്നതിന് ഈ വെള്ളപ്പൊക്ക സമയമാണ് ഒത്തിരി താമസിച്ചായിരുന്നു അന്ന് ട്രെയിൻ വിട്ടത്. അപ്പൊ അത് അങ്ങനെ ആയതുകൊണ്ട് ആ പുള്ളിക്കാരൻ വന്നു, ഇവരെ പരിചയപ്പെട്ട് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എയർപോർട്ടിൽ നിന്ന് അന്ന് ഈ പ്ലെയിൻ കിട്ടിയില്ലെങ്കിൽ അവർ വീട്ടിൽ കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെ പ്ലെയിൻ ഉണ്ട്, അപ്പൊ അതിന് നിന്നെ കയറ്റി വിടാമെന്നൊക്കെ പറഞ്ഞ് അവര് എയർപോർട്ടിൽ ഇരുന്ന സമയത്ത് അന്ന് 3 മണിക്ക് തന്നെ ആ തബുക്കിലോട്ടുള്ള പ്ലെയിൻ ഉണ്ടായിരുന്നു. അവൻ കയറ്റി വിട്ടു. അവിടെ ചെന്ന് സുഖമായിട്ട് കഴിഞ്ഞു. ഞാനൊക്കെ സുഖമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു. അങ്ങനെ സന്തോഷമായിട്ട് ദൈവം അങ്ങനെ അവർ അത്ഭുതം ചെയ്തു. അതിനുശേഷം ചെറിയ പൈതലിന് 10ാം ക്ലാസ് പഠിച്ചു. പാസ്സായി കഴിഞ്ഞപ്പോഴത്തെ അവൾക്ക് എന്ത് പഠിക്കണം എന്നറിയാതെ ഒത്തിരി ഭാരപ്പെട്ടു. അതിനുശേഷം അവൾക്കും ഞാൻ പിന്നെ വെച്ച് ദൈവമേ, അവള് നേഴ്സിംഗ് പഠിച്ചാൽ രണ്ടുപേർക്ക് ഒരു ഉപജീവന മാർഗമാകും. അപ്പൊ അങ്ങനെ അവിടെ വിഷയത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം അവര് സമയം കഴിഞ്ഞുകൊണ്ട് ഒന്നും അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെ ഒത്തിരി പ്രയാസപ്പെട്ട് ഭാരപ്പെട്ട് അതിനുശേഷം വീണ്ടും കാസർഗോഡ് ഞാൻ ചുമ്മാ ഒന്ന് വിളിച്ചു ചോദിച്ചു, അവിടെ അഡ്മിഷൻ ഒരാളെ കൊണ്ട് എടുക്കുമെന്ന് ചോദിച്ചു. പറഞ്ഞ പറ്റില്ല, ഇവിടെ അഡ്മിഷൻ തീർന്നോ, ഇനി എടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ എന്റെ വിശ്വാസം വിട്ടില്ല. ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എവിടെയെങ്കിലും ദൈവം ഒരു വഴി തുറക്കുമെന്നുള്ള ഒരു വിശ്വാസം എന്റെ ജീവിതത്തിൽ വന്നപ്പം അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവിടേക്ക് വേണ്ടി ഉപവാസം പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ഒരു 4 മണി 5 മണി ആയപ്പോ അവര് വീണ്ടും വിളിക്കുന്ന തന്നെ. ഞങ്ങൾ കാസർഗോഡ് നിന്നാ വിളിക്കുന്നത്, അനുജയ്ക്ക് അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞല്ലോ, നാളെ 2 ദിവസത്തെ അവധി തരാം, 3-ന്റെ അന്ന് അവിടെ എത്തണമെന്ന് പറഞ്ഞ് ക്ലാസ് തുടങ്ങിയെന്ന് പറഞ്ഞു. പ്രൈസലോട് സ്വോത്രം കർത്താവെ. എന്നാല് കൊല്ലത്തുള്ള ഒരു കുഞ്ഞിന് കൊല്ലത്ത് അഡ്മിഷൻ കിട്ടിയപ്പോൾ ആ കുഞ്ഞിന്റെ വേക്കൻസിക്ക് ഇവർക്ക് അവിടെ കയറ്റുവാൻ ദൈവം സഹായിച്ചു. അവള് 4 വർഷക്കാലം ആ കാസർഗോഡിന്റെ പ്രദേശത്ത് പഠിക്കാൻ ദൈവം സഹായിച്ചു. ഈ കഴിഞ്ഞ പ്രാവശ്യമാണ് അവള് പഠനം കഴിഞ്ഞ് ഇറങ്ങി വന്നു. അതിനിടയ്ക്ക് കൊറോണ വന്നു, അടുത്ത 1 വർഷം മുടങ്ങിപ്പോയി. ഇപ്പൊ ചെങ്ങന്നൂർ ഹോസ്പിറ്റലിൽ ട്രെയിനിയായിട്ട് കയറിയേക്കുന്നു. അതിനുശേഷം 2022 മോക്ക് ഒരു കല്യാണത്തിന് വേണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചു. ഒരു കല്യാണം വേണമല്ലോ എന്ന് ഞങ്ങള് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമുക്കൊരു ഒത്തിരി കല്യാണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നേരം ഈ ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നേരത്തെ അത് കാര്യം പറയണമല്ലോ. പിന്നെ അവർ ചതിച്ചെന്ന് പറയാനുള്ള ഇത് വരുത്താതെ കൊണ്ട് ഞങ്ങൾ അങ്ങനെ കല്യാണക്കാരി ഇങ്ങനെ വന്ന് എല്ലാം ഉറപ്പിച്ച് വരുമ്പോ ഞാൻ ഈ വിവരം പറയുമ്പം ആ കല്യാണം എല്ലാം മാറിപ്പോകാൻ ഇടയായി തീർന്നു. അങ്ങനെ സൗദിക്ക് വെച്ച് തന്നെ വേറൊരു കോഴിക്കോടുകാരൻ മോനെ ഇവിടെ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ കല്യാണാലോചനയായിട്ട് വന്നു. അങ്ങനെയാണ് സാങ്കുഞ്ഞ് പാസ്റ്ററാണ് അവരുടെ പാസ്റ്റർ ആയിരുന്നു സാങ്കുഞ്ഞ് പാസ്റ്റർ. ആ പാസ്റ്ററുമായിട്ട് സംസാരിച്ചു. അതിനുശേഷം ആ വീട്ടുകാരി വിശ്വാസികളല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, മോനെ, വിശ്വാസത്തിൽ നിന്നിട്ട് ഇത്രയും പോരുകളും പോരാട്ടങ്ങളും ഉള്ള സ്ഥലത്ത് വിശ്വാസം ഇല്ലാത്ത വീട്ടിൽ നീ എങ്ങനെ നിൽക്കും? അതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അതങ്ങ് മാറിപ്പോയി കഴിഞ്ഞ സാങ്കുഞ്ഞ് പാസ്റ്റർ മോന് വേണ്ടി മോളെ ആലോചിച്ചു. അങ്ങനെ ഖത്തറിന്ന് അവര് ആലോചിച്ച് അവളെ കണ്ടിഷ്ടപ്പെട്ടു. ഞങ്ങള് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ചേരാൻ പറ്റത്തില്ല, കാരണം ഞങ്ങൾ സാമ്പത്തികമായിട്ടും ഞങ്ങള് ഒന്നുമില്ലാത്തവരാ. ആകെപ്പാടി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളുടെ പ്രയാസത്തിലും കഷ്ടത്തിലും എല്ലാം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് എത്ര ജോലിയല്ല ഞങ്ങൾക്ക് നിങ്ങളെക്കാളും താഴ്ന്നവരാ ഞങ്ങൾ എന്നിങ്ങനെ പറഞ്ഞപ്പം പാസ്റ്റർ പറഞ്ഞു, ഞങ്ങൾക്ക് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഇല്ല, കുഞ്ഞിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിവാഹം തരാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞതിന് ശേഷം ഈ മോന് ഒരു ആക്സിഡന്റ് പറ്റിയ വിവരങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാൻ അതിന് മുമ്പ് ഞാൻ പാസ്റ്ററെ പ്രാർത്ഥിച്ചായിരുന്നു. ദൈവമേ, എത്രയോ പേര്, എല്ലാവർക്കും കുറവശമുണ്ട് കർത്താവേ, കുറവശമുള്ള ഒരു കുഞ്ഞിനെ മതി, എനിക്ക് കുഞ്ഞിനും കുറവശമുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു വിഷയത്തിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പം ഈ മകനെ എനിക്ക് ദർശനത്തിലൂടെ കാണാൻ സാധിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഇത് നടക്കാവൂ, ദൈവം ഇഷ്ടമല്ലാതെ ഇത് നടക്കരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ 2022 എന്റെ കുഞ്ഞിന്റെ വിവാഹം നടന്നു. ഒരു കുടുംബമായിട്ട് ഖത്തറിൽ ജോലി ചെയ്യുന്നു. അതിനുശേഷം എന്റെ കൂട്ടുദാസനെ ഞങ്ങൾ 2018 ഈ കൊറോണ വന്നപ്പോൾ ഞങ്ങളുടെ സഭയിലെ പ്രാർത്ഥനയൊന്നും ഇല്ലാതായപ്പോഴത്തേന് എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ TPMല് എന്റെ സഹോദരി വിളിച്ചു, അവിടെ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ വിശുദ്ധന്മാരുടെ കയ്യാല് പുള്ളിക്കാരൻ സ്ഥാനപ്പെട്ടു. അങ്ങനെ കുഞ്ഞിന്റെ വിവാഹം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന നിലച്ചിലും അത്യന്തരമായി കുഞ്ഞിന്റെ കല്യാണം നടത്താൻ സഹായിച്ചു. അപ്പൊ അവര് സന്തോഷത്തോടെ കുടുംബമായിട്ട് ജീവിക്കുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് TPM സഭയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തോളം ഞങ്ങൾ ദേശത്ത് നിന്നിച്ചറിയും പരിഹസിച്ചറിയും ഒറ്റപ്പെടുത്തലും. അതിനുശേഷം എന്റെ വീട്ടിൽ നിന്ന് എത്ര പ്രാവശ്യം എന്നെ ഒത്തിരി ഇറക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെ ഉപദ്രവിച്ച് എന്റെ ഹസ്ബൻഡിൽ നിന്ന് ഒത്തിരി ഉപദ്രവം കിട്ടി. പക്ഷെ എന്റെ വിശ്വാസം കെടുത്താതെ ഞാൻ പിടിച്ചു നിന്നു. എനിക്ക് വേണ്ടി അനേകര് പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി ദൈവം അത്ഭുതമായ വഴിയും തുറന്നു.
ദേശത്തിനെ നിർത്തി ഈ സാക്ഷ്യം അനേകരോടൊന്ന് പറയാൻ തക്കവണ്ണം അരോമ TV എനിക്ക് തന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വീണ്ടും എന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപേക്ഷിക്കുന്നു. സ്തോത്രം. മഹാപുരുഷത്തിന് നീതിമാനുമായി സ്വർഗീയ പിതാവേ, ഒരു സന്ധ്യായാമം കൂടി ദാനമായി തന്നു കർത്താവേ. അങ്ങ് ചെയ്ത ഉപകാരങ്ങളെ വർണ്ണിപ്പാൻ തക്കണം അടിയനെ ബലപ്പെടുത്തിയതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവങ്കിലേക്ക് നോക്കിയവര് പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല കർത്താവേ. വലിയവർ നിലവിളിച്ച് യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ പ്രയാസങ്ങളിൽ ഭാരങ്ങളിൽ നടുവിൽ കർത്താവ് അടിയനെ നിർത്തി കൃപയ്ക്കായി സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അരോമ TV ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടെ സംഘാടകർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് ദേവദാസനും ദാസിക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത് അനേകർക്ക് ഒരു വിടുതലും ആശ്വാസത്തിനും കാരണമാക്കി തീർക്കുവാൻ സ്വർഗം സഹായിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതൊരു അനുഗ്രഹമായ ഒരു കർത്താവ് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവദാസനെ ദാസിയെ ബലപ്പെടുത്തി നിർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇനി അനേകർ ഈ സത്യദൈവത്തെ അറിയുവാൻ ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സാക്ഷി അനേകർക്ക് കേൾക്കുവാൻ ദൈവം സഹായിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിനെ ദാസിയെ അനുഗ്രഹിക്കണം, മഹത്വം അപ്പനെടുക്കണം, യേശു ക്രിസ്തു നാമത്തിൽ തന്നെയും. ആമേൻ. താങ്ക് യു ശോഭാ സിസ്റ്റർ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയതായ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TVയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രിയാസസിനോട് കുടുംബത്തുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യം ദീർഘായുസും കർത്താവ് തന്നു മാനിച്ചാതിരിക്കുമാറാകട്ടെ. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമമായി പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായി വീണ്ടും കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com